أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരമാവധി പാലിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ദഅവത്തിന്റെ ഭാഗമായി ഇടയ്ക്കിടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എങ്കിലും ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരു വ്യതിരിക്തതയുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വിളിച്ചറിയിക്കുന്നതാണ് എൻ്റെ പ്രിയങ്കരായ നാട്ടുകാര് ഇത്ര ആകാംക്ഷയോടുകൂടി ഈ കാത്തു നിൽക്കുന്ന രംഗം. 4 ദിവസം മുമ്പ് സുഹൃത്ത് മുഹമ്മദ് അലി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടില് കുഴപ്പങ്ങൾക്ക് മാത്രം വിത്തിട്ട് ശീലിച്ച കാന്തപുരം സുന്നികള് അവര് നാട്ടിലെ ബാക്കിയുള്ള ആളുകളെക്കാളേറെ ഒരു പടി കൂടി മേലെ കയറി നിൽക്കാനെന്നോണം മുഖാമുഖം എന്ന പേരിൽ വലിയൊരു നാടകം ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കിതാബുകൾ നമ്മുടെ മൊലൈപാപ്പാന്റെ പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അത് മേശയിൽ അട്ടിയായി വെച്ച് ജീവിതത്തിൽ ആദ്യമായി കിതാബ് കാണുന്ന ആളുകൾ പോലും വലിയ വലിയ ആലിമീങ്ങളെ പോലെ മറിച്ചു വെച്ച് വായിച്ചുകൊണ്ട് തുടക്കം മുതലേ ഒരു കൃത്രിമത്വത്തോടു കൂടി കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടാണ് ആ മുഖാമുഖ നാടകത്തിൽ നമ്മളിവിടെ കണ്ടത്. യഥാർത്ഥത്തിൽ
മുഹമ്മദിനെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പരിപാടിക്ക് യഥാർത്ഥത്തിൽ മറുപടി വെക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത വിധം നാട്ടുകാരായ ആളുകൾ തന്നെ ഏതാനും ചെറുപ്പക്കാരെ കൂടി അതൊരു നാടകമാണ് എന്ന് ഈ നാട്ടുകാർക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ശരി, ഈ നാട്ടുകാരായ ഒരുപാട് ആളുകൾ നിഷ്പക്ഷരായ, അന്ന് നേർക്കുനേരെ ആ പരിപാടി കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത AP വിഭാഗം സുന്നികളുടെ പരിപാടിയല്ലേ, അത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നേരത്തെ കാലത്തെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയ ഒരുപാട് സുന്നി പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി ഞങ്ങളൊക്കെ വിളിച്ച് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കണം, ഒന്നുകൂടി വ്യക്തമായി ആ മുഖാമുഖ നാടകത്തിന്റെ പൊള്ളത്തരങ്ങൾ വ്യക്തമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഒരു മറുപടി വെക്കേണ്ടുന്ന, തിരിച്ചൊരു പ്രഭാഷണം സംഘടിപ്പിക്കേണ്ടുന്ന ആവശ്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ആ പരിപാടി ഇവിടെ അവസാനിച്ചത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാം. ആ പരിപാടിയുടെ ക്ഷീണം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒന്നും ആവശ്യമില്ല. മുഖാമുഖം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേജ് പോലും ഇവിടുന്ന് പൊളിച്ചു പോകുന്നത്. സ്റ്റേജ് പൊളിക്കാൻ, അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും ധൈര്യമില്ലാത്ത വിധം ജാള്യതയായി, ഇളിഭ്യരായി വീടിന്റെ ഉള്ളിൽ പോയി മാറിയിരിക്കുന്ന AP വിഭാഗം സുന്നികളെയാണല്ലോ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇക്കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഇന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നൊക്കെ ചില ആളുകൾ ഒറ്റയും തെറ്റയുമായി ഒന്ന് അങ്ങാടിയിൽ വന്ന് മുഖം കാണിച്ച് പോയി എന്നല്ലാതെ സാധാരണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, അതല്ലെങ്കിൽ ആ സാന്നിധ്യം അറിയിക്കുന്ന ആ രീതിയിലേക്ക് ഇപ്പോഴും അവര് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട്, നാട്ടുകാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടാണ് ആ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് 100-300 മുഖാമുഖങ്ങൾ കേരളക്കരയിലെ മുഖ്യമൂലകൾ ഞങ്ങൾ നടത്തിയെന്ന്, അതുകൊണ്ട് ഞങ്ങളാണ് സുന്നത്തിയമാഴ്ത്തിയെന്ന്, മറ്റവരെക്കാളേറെ ഞങ്ങൾക്കാണ് അത് പറയാൻ അവകാശമെന്ന് വീമ്പടക്കിക്കൊണ്ട്, അല്ല അഹങ്കരിച്ചുകൊണ്ട് ആ വേദി സംഘടിപ്പിച്ച ആ AP വിഭാഗം സുന്നികളുടെ 300ഓളം മുഖാമുഖങ്ങളും നാടകങ്ങൾ തന്നെയായിരുന്നുവെന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന ആ മുഖാമുഖങ്ങളുടെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കൂടി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ അത് പിടിക്കപ്പെട്ടുവെങ്കിൽ മറ്റൊരുപാട് പ്രദേശങ്ങളിൽ പിടിക്കപ്പെടാതെ പോയ, പൊളിയാതെ പോയ ഒരുപാട് മുഖാമുഖങ്ങളുണ്ട്. ആ മുഖാമുഖങ്ങളും നാടകങ്ങൾ തന്നെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് കൃത്യമായി നിങ്ങൾക്ക് കാണാം. AP വിഭാഗം സുന്നികളുടെ വേദികളിൽ കയറി പ്രസംഗിക്കുന്ന ഔദ്യോഗികരായ ഉത്തരവാദപ്പെട്ടവരായ പണ്ഡിതന്മാർ മുജാഹിദുകളുമായി നേർക്ക് നേരെ മുഖാമുഖത്തിന്റെ വേദികളിൽ പോലും ഒരേ സ്റ്റേജിൽ നിന്ന് സംവാദം നടത്തുന്ന, വാദപ്രതിവാദം നടത്തുന്ന, അവിടെ ഉത്തരവാദപ്പെട്ട ഡിഗ്രിയുള്ള സഖാഫിമാരും സഅദിമാരും എല്ലാം അടങ്ങുന്ന ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാര് പോലും പാൻറിട്ട്, ടീഷർട്ട് ഇട്ട് ഞങ്ങൾ മുജാഹിദാണെന്ന് പറഞ്ഞ് വേദിയിൽ വന്നിരുന്ന് ചോദ്യം ചോദിച്ചിട്ട് നാടകം കളിച്ച് പോയ രംഗങ്ങൾ ഇൻഷാ അല്ലാഹ് എന്റെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടി തന്നെയാണ് ഈ സ്ക്രീൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാനം വരെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ്, ആളുകളുടെ ആവശ്യമനുസരിച്ച് തന്നെയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആമുഖം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 300ഓളം മുഖാമുഖങ്ങൾ നാടിന്റെ മുഖ്യമൂലകളിൽ നടത്തിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുഖാമുഖം 3ആയിട്ട് അവരുണ്ടത്. എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ 4 ദിവസം മുമ്പാണ് വേങ്ങര, കുറ്റൂര്, കുഴിച്ചനയില് അവര് മുഖാമുഖം സംഘടിപ്പിച്ചത്. ആ മുഖാമുഖത്തില് ഇതേ അലവി സഖാഫിയും ഇവിടെ വന്ന അതേ റഷീദ് സഖാഫിയും രണ്ടാളും പറഞ്ഞത് 297ാമത്തെ മുഖാമുഖം എന്ന 297ാമത്തെ മുഖാമുഖം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ മുഖാമുഖം നടക്കുമ്പോ 300 പുറത്തേക്കായി നടന്നത്. അതിന് പിറ്റേന്ന് കൂട്ടിലങ്ങാടിന്റെ ശരിയാണ്, അപ്പൊ 298ആയി. അപ്പൊ ആ കണക്ക് പ്രകാരം ഇവിടെ നടത്തുന്നത് 299ാമത്താണ്. പക്ഷേ 300-ലേറെ മുഖാമുഖങ്ങൾ എന്നാണ് അലവി സഖാഫി തന്നെ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ അവിടെ വിഷയം ആരംഭിക്കുന്നത് തന്നെ കളവ് പറഞ്ഞുകൊണ്ടാണ് എന്നർത്ഥം. ദീനിന്റെ പേരിൽ സംഘടിപ്പിച്ച
ഇസ്ലാമിന്റെ പേരിൽ സംഘടിപ്പിച്ച, ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ആ പരിപാടിയിൽ എത്ര കളവുകളാണ് സഹോദരന്മാരെ അവര് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അവസാന കാലം വരുമ്പോ ചില ആളുകൾ വരും. എന്താ അവരുടെ പ്രത്യേകത? അവര് ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അവസാന കാലത്ത് ചില ആളുകൾ വരാനിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് 1400 കൊല്ലം മുമ്പ് കൃത്യമായി നമ്മോട് പഠിപ്പിച്ചു, ഇതാ അവസാന കാലത്ത് ചില ദജ്ജാലീങ്ങൾ വരും. ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയല് ഏർപ്പാടാക്കി മാറ്റിയ, കളവ് പറയല് ആചാരമാക്കി മാറ്റിയ, കളവ് പറയാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില ആളുകൾ അല്ല, ചില ദജ്ജാലുകൾ അവസാന കാലത്ത് വരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങളുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വാദവുമായിട്ടാണ്, വർത്തമാനങ്ങളുമായിട്ടാണ് അവർ രംഗത്ത് വരിക. അവരെ സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ആ ഹദീസ് അപ്പടി വ്യക്തമാക്കുന്ന, അപ്പടി അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതേ സ്ഥലത്ത് വെച്ച് കാന്തപുരം വിഭാഗം സുന്നികള് നമ്മുടെ നാട്ടുകാരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് സംഘടിപ്പിച്ച ആ മുഖാമുഖ നാടകം. ഏതാണ്ട് രാത്രി പാതിരാ സമയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയേറെ കളവുകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വാദങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ നോക്കിയിട്ടാണല്ലോ പറയുന്നത്, ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത വാദങ്ങളുമായി വരുന്ന കദ്ദാബീങ്ങൾ വരുമെന്ന് റസൂൽ പറഞ്ഞുവെങ്കിൽ ആ സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബീങ്ങൾക്ക് പരിചയമില്ലാത്ത, താബിഉകൾക്ക് പരിചയമില്ലാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത, എന്തിനേറെ ഇവിടെ സ്റ്റേജിൽ വന്ന ആ സഖാഫിമാർ രംഗത്ത് വരുന്ന കാലം വരെ, അതല്ലെങ്കിൽ അവരുടെ മർക്കസ് എന്ന പേരിട്ട് വിളിക്കുന്ന സർക്കസ് കൂടാരം ഉണ്ടാകുന്ന കാലം വരെ കേരളക്കര കേട്ടിട്ട് പോലുമില്ലാത്ത വാദങ്ങളുമായിട്ടാണ് അവരിവിടെ രംഗത്ത് വരുന്നത്. എന്നൊരു സ്റ്റേജ് കയറിയിട്ട് ഇപ്പുറത്തേക്ക് ആയത്തോത, ഈ ഹദീസ് ഇങ്ങോട്ട് ഓത, ഇവരാണ് ആ ആളുകള്, ഇവരാണ് ആ കള്ളന്മാര്, ഇവരാണ് ദജ്ജാലീങ്ങള് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, നാട്ടുകാർക്കെതിരെ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശദീകരിക്കാൻ, പ്രഭാഷണം നടത്താൻ എന്ത് അർഹതയാണ്? നൂറുകണക്കായ കളവുകൾ പറഞ്ഞുകൊണ്ട് ദീൻ സ്ഥാപിക്കാൻ എന്ന പേരിൽ തങ്ങളുടെ അധികാരം സ്ഥാപിക്കാൻ, ഈ നാട്ടുകാർക്ക് മീതെ, മഹല്ലിന് മീതെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവർക്ക് എന്ത് അധികാരമുണ്ട്, ധാർമ്മികമായ എന്ത് അവകാശമുണ്ട് എന്ന് നമുക്കവിടെ ചോദിക്കാനുള്ളൂ. എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പുട്ടീസാക്കാൻ വേണ്ടി കാളി എന്ന് പറഞ്ഞ് കാളി സ്ഥാനത്തിന് ഒരു നിലക്കും അർഹതയില്ലാത്ത ഏതോ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരുപാട് കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന, അവിടെ മറ്റു പല ഏർപ്പാടുമായി മറ്റു പല ജോലികളുമായി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെ കാളിയായി അവരോധിച്ച് സത്യക്കൊട ചൂടി ആനപ്പുറത്തിരുത്തിയൊക്കെ എന്ന രീതിയിൽ നാട് മുഴുവൻ കൊണ്ടുനടന്ന് അവസാനം അതാണ് നമ്മളെ കാളി എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ നാട്ടുകാരെ മുഴുവൻ ഇളിഭ്യരാക്കുന്ന രീതിയിലുള്ള ആ പരിപാടി ഇതിന് മറയായി പിടിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ എൻ്റെ സുഹൃത്ത് മുഹമ്മദിനെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരായ ആത്മാർത്ഥരായ ചെറുപ്പക്കാര്, വളരെ താല്പര്യമുള്ള, ദീനിനോട് സ്നേഹമുള്ള, ഞാൻ അവരെ പ്രത്യേകം പ്രശംസിക്കുകയാണ്. നമ്മുടെ സിറാജിനെ പോലെയുള്ള, ഫൈസലിനെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, എല്ലാവരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും ശരി, അങ്ങനെയുള്ള ആത്മാർത്ഥരായ ചെറുപ്പക്കാര് അവര് അവസരോചിതമായി ഇടപെടുകയും ആ കാന്തപുരം സുന്നികളുടെ ആ മൂടുപടം, അവിടെ ആ മുഖം മൂടി അത് പിച്ചു ചീന്തിക്കൊണ്ട് നാട്ടുകാരുടെ മുഴുവൻ മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. ഇതാ, ഞാൻ മുജാഹിദല്ല, ഞാൻ സുന്നിയാണ്, SSF-കാരനാണ്, എന്നെ അവരെ കൊണ്ടുവന്നതാണ്, മുജാഹിദായി അഭിനയിച്ചതാണ് എന്നൊക്കെ നേരെ പറയിപ്പിച്ചുകൊണ്ട് നാട്ടുകാരോട്, എന്തിനേറെ പരിപാടിക്ക് സ്ത്രീകളൊക്കെ വന്ന വീടുകളിലേക്ക് വരെ ഫോൺ ചെയ്യിച്ചിട്ട് ആ ഫോണിലൂടെ മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മുജാഹിദല്ല, ഞാൻ അഭിനയിക്കാമെന്നതാണ് എന്ന് വീടുകളിലേക്ക് വരെ ഫോൺ ചെയ്തുകൊണ്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കുന്ന അത്രയും വലിയ ധീരത കാട്ടി അവർക്ക് ദീനിനോടുള്ള സ്നേഹം അത് എന്തായാലും ശരി വകവെച്ച് കൊടുക്കേണ്ടതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അയാൾ സമ്മതിച്ചപ്പോ, അയാൾ SSF-കാരാണ് തുറന്നു പറഞ്ഞപ്പോ, ഇപ്പൊ ചില SSF-കാര്, ചില മോലേമാര് പറയാ അത് SSF തന്നെയാണ്, പക്ഷെ ഞങ്ങൾ കൊടുന്നതല്ല എന്ന് ചിലര് പറയാ ഞങ്ങൾ കൊടുന്നത് തന്നെയാണ്
വേഷം കെട്ടിക്കൊടുന്നതിനാണ്, അഭിനയിച്ച് തന്നെയാണ്, നിങ്ങളെന്താ ചെയ്യാ, നിങ്ങൾ ചോദിക്കാത്തോണ്ടല്ലേ എന്ന. അപ്പൊ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഏതഭിപ്രായമായിരുന്നാലും ശരി, അവൻ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാം. അന്ന് അവനെ പിടിച്ച ചെറുപ്പക്കാര് അവനെ റെക്കോർഡ് ചെയ്ത അവന്റെ സംസാരവും അവന്റെ ഫോട്ടോവും ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ വലുതാക്കിക്കൊണ്ട് നമ്മൾ കാണിക്കും. അവന് പറയും, എന്നെ കൊണ്ടുവന്നതാണ്, ഞാൻ SSF കാരനാണ്, ഞാനിങ്ങനെ പോവാറുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്ന ആളാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കിതിലൂടെ കാണാം. അന്ന് കാണാത്ത, അന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളത് കൊണ്ടുവന്നത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെ വേദിയുണ്ടാക്കി അവിടെയെല്ലാം ഒന്നോ രണ്ടോ ആളുകളെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ആദ്യം തന്നെ സ്റ്റേജിന്റെ വേദിയുടെ മുമ്പിലിരുത്തി അയാൾ മുജാഹിദാണെന്ന് പറഞ്ഞ് ചോദിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും തക്ബീർ ചൊല്ലുകയും എന്നിട്ട് മുജാഹിദുകൾ തോൽപ്പിച്ചുവെന്ന് വീമ്പെടുക്കുകയും ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വക ഏർപ്പാടിന് നിൽക്കുന്നത് എന്ന് അവരോട് ചോദിക്കാനുള്ളൂ. അവര് പറയുന്ന സുന്നത്ത് ജമാഅത്ത്, അവര് പറയുന്ന ആ ഇസ്ലാം, അത് പറയാൻ അവരെക്കാളേറെ അർഹതയുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാർ അല്ലാത്ത പ്രസ്ഥാനങ്ങളിൽ ധാരാളം ഉണ്ടെന്നിരിക്കെ എങ്കിൽ പിന്നെ ഇതിന് കഴിയാത്ത ആളുകൾ ഒരുപാട് മുഖാമുഖം നടത്തിയെന്ന് വീമ്പളക്ക എന്നല്ലാതെ അതിന് കഴിയില്ലെങ്കിൽ പിന്നെ ആ ഏർപ്പാട് നിർത്തിക്കൂടെ എന്നേ നമുക്ക് ചോദിക്കാനുള്ളൂ. കിതാബിന്റെ അട്ടി ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ട് വായിച്ചതെന്താ? കുറെ അൽമനാറ്, കുറെ അൽ മുർഷിദ്, കുറെ അതുപോലെ കഴിഞ്ഞ കാലത്ത് ഇറക്കിയ ചില പുസ്തകങ്ങൾ, ആരെങ്കിലും ഒക്കെ എഴുതിയ ചില പുസ്തകങ്ങൾ, അതൊക്കെ എടുത്തിട്ട് അപ്പുറം വിട്ടിട്ട് ഒരു വാചകം എടുത്തിട്ട് ഇതാ അപ്പുറം വായിക്ക്, ഞാൻ വലിച്ചോടുത്ത് വായിക്ക്, എന്താ വായിക്കാൻ പേടി എന്നൊക്കെ പറഞ്ഞ് ചോദ്യകർത്താവ് മുജാഹിദ് തന്നെയാണ് എന്ന് ഈ ആളുകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരു കൃത്യമായ ഒരു നാടകം തന്നെയാണ് കളിച്ചത്. ഒരു സുന്നി പ്രവർത്തകൻ ആത്മാർത്ഥമായി എന്നോട് പറഞ്ഞത്, സംവിധായകനില്ലാത്തോണ്ട് അഭിനയം മോശമായി, അതുകൊണ്ട് പൊളിഞ്ഞതാണ്. സംവിധായകൻ വരാത്തോണ്ട് അഭിനയം മോശമായി, അതുകൊണ്ട് പൊളിഞ്ഞതാണ് എന്നൊരു സുന്നി പ്രവർത്തകൻ ആത്മാർത്ഥമായി എന്നോട് പറഞ്ഞു. എന്തായിരുന്നാലും ശരി, നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മുഖാമുഖം എന്ന പേരിലല്ല, എന്ത് പേരിൽ വെച്ചാലും അവര് കൊണ്ടുവരുന്ന അനിസ്ലാമികമായ വാദം, അവര് കൊണ്ടുവരുന്ന അനിസ്ലാമികമായ വിശ്വാസം, അത് സ്ഥാപിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. ഇവിടുത്തെ മുഖാമുഖത്തിലും അല്ലാത്ത മുഖാമുഖങ്ങളിലുമൊക്കെ അവർ കാര്യമായി സമർത്ഥിച്ചതെന്താ? അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന, അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു സഹായം തേടാമെന്ന വാദം തന്നെയാണല്ലോ ഇവിടുത്തെ മുഖാമുഖത്തിലും കാര്യമായി സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചത്. കഴിഞ്ഞ പ്രഭാഷണത്തിന് ഞാനിവിടെ പ്രസംഗിച്ചപ്പോ ഇതുപോലെ സ്ക്രീന് വെച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥന തിരിച്ചുവിടാമെന്ന് ഇവര് പറയുന്ന ആ പറച്ചിലിന്റെ ഗൗരവം എത്രയാണ് എന്നും അത് വിശ്വസിച്ചുകൊണ്ട് സാധാരണക്കാരായ ദീനിനോട് സ്നേഹമുള്ള ആളുകള് ജാറങ്ങൾ, ദർഗയിൽ, മഖബറയിൽ പോയി കാട്ടിക്കൂട്ടുന്ന അനിസ്ലാമികമായ ആരാധനാ കർമ്മങ്ങൾ, അവർക്ക് പോലും ശരിയാണ് അഭിപ്രായമില്ലാത്ത ആ ചെയ്തികൾ ആളുകൾ ചെയ്തു കൂട്ടാൻ കാരണം ഇവിടെ അന്ന് ഞാൻ പ്രതിപാദിച്ച അഖിലേന്ത്യാ മുഫ്തി എന്ന് ഇവര് പരിചയപ്പെടുത്തുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലെ 100 യുവ പ്രാസംഗികന്മാരിൽ ഏറ്റവും നല്ല പ്രാസംഗികനെന്ന് അവാർഡ് കൊടുത്ത പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതുപോലെ മുഖാമുഖ വീരന്മാരായി കേരളത്തിലെ മുഴുവൻ സ്വയം പരിചയപ്പെടുത്തുന്ന സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയും അതുപോലെ ഏലംകുളം സഖാഫിയും ഒക്കെ പോലെയുള്ള സഖാഫിമാര് അവരൊക്കെ നടത്തുന്ന ഈ അനിസ്ലാമികമായ ഈ പ്രചാരത്തിൽ കുടുങ്ങി ആളുകള് അല്ലാഹു അല്ലാത്തവരുടെ മാർഗത്തിലേക്ക് പോകുന്ന ശൈലികൾ കൃത്യമായി ഇതുപോലെ സ്ക്രീനിൽ വെച്ച് ഞാൻ തുറന്നു കാണിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്ന് മനസ്സിലായ, അതിനെക്കുറിച്ച് ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും ശരി അത് ആളുകൾക്ക് ഏശുകയില്ല എന്ന് ബോധ്യപ്പെട്ടവര് ആ ജാള്യത മറക്കാനാണ് ഇത്തരമൊരു നാടകം സംഘടിപ്പിച്ചത്. സാധാരണഗതിയിൽ മുജാഹിദീകളും അതുപോലെ ഈ കാന്തപുരം സുന്നികളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഖണ്ഡന പ്രസംഗം നടക്കുക സ്വാഭാവികമാണ്. 2, 3, 4 പ്രാവശ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിക്ക് മറുപടിയുമെല്ലാമായി പ്രസംഗം നടത്തിയിട്ട് അവസാനം ഇനി മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് മുഖാമുഖം വെക്കാറുള്ളത്. നമ്മുടെ സമീപ പ്രദേശമായ കുറ്റൂര് കുഴിച്ചിലയിൽ ഈ അടുത്ത 1-2 മാസങ്ങളിലായി 5-6 തവണ ഇസ്ലാഹി പ്രസ്ഥാനവും അതുപോലെ ഈ കാന്തപുരം സുന്നികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടന്ന് അവസാനം
6ാമത്തെ പ്രസംഗവും മുജാഹിദുകൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇനി നമ്മൾ മുഖാമുഖം വെക്കുക, കാരണം ഇനി പ്രസംഗിച്ചാൽ തെളിവുകളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായ ആളുകൾ അവര് ഇവിടെ സംഘടിപ്പിച്ച അതേപോലെ തന്നെ ഒരു മുഖാമുഖം വെക്കുകയും ഒരാളെ കൊണ്ടുവന്ന് പാണ്ടിക്കാട്ടുകാരനാണെന്ന് പറഞ്ഞ് മുജാഹിദാണെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് ചോദിപ്പിക്കുകയും എന്നിട്ട് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്ന ഇവിടെ കണ്ട അതേപോലത്തെ നാടകം അവിടെയും കളിച്ചു. ഇന്നലെ ചെമ്മാടടുത്ത് കരിപറമ്പിൽ ഇവിടെ വന്ന അതേ അലവി സഖാഫിയും ഒപ്പം സുലൈമാൻ സഖാഫി മളിയേക്കലും ഹംസക്കോയ ബാക്കവി എന്ന് പറയുന്ന ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനും കൂടെ അവര് 3 ആളും കൂടെ വന്ന് ഇന്നലെ ചെമ്മാടടുത്ത് കരിപറമ്പിലും ഒരു നാടകം നടത്തിപ്പോയി. ഇങ്ങനെ ഈ നാടകങ്ങളാണ് 300ഓളം മുഖാമുഖം ഞങ്ങൾ നടത്തിയെന്ന് വലിയ കാര്യത്തില് വലിയ അഭിമാനത്തോടു കൂടി ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂചിപ്പിച്ചത് സത്യവിശ്വാസികളായ ആളുകള്, മുഅ്മിനീങ്ങളായ ആളുകള്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് അവർക്ക് കൃത്യമായി അറിയാം എല്ലാ കഴിവുകളും എല്ലാത്തിന്റെയും ഉടമ, എല്ലാ സഹായം ചെയ്യുന്നവൻ ഏകനായ തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന നമുക്കൊരിക്കലും അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവല്ലാത്ത ആളുകളോട് സഹായം തേടാൻ നമുക്ക് വകുപ്പില്ല എന്ന് അറിയാത്തവരല്ല സാധാരണക്കാരായ ആളുകൾ. അത് സാധാരണക്കാർക്കറിയാം, പണ്ഡിതന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതുപോലെ വേദികളിൽ വരുമ്പോൾ മാത്രം അവിടെ മാത്രം ഉന്നയിക്കുന്ന വാദങ്ങളാണ് അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്നും അവരോട് സഹായം തേടാമെന്നും ഏത് കഴിവും എല്ലാം അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് ഉണ്ട് എന്നും അതൊക്കെ ചെയ്തു തരാൻ, അത്തരം സഹായം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ അവിടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള ശ്രമം, അതാണ് എല്ലാ സ്ഥലത്തും കാന്തപുരം വിഭാഗം സുന്നികൾ സജീവമായി പ്ലാനിങ്ങോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മദ്രസയിൽ 1ാം ക്ലാസ് മുതൽ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിക്കുന്ന ആശയമാണല്ലോ ഈമാൻ കാര്യങ്ങൾ 6 എന്ന്. ആ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമായി നമ്മളൊക്കെ അവിടെ പഠിച്ചു പോകുന്നത്, ഈ സുന്നി മദ്രസയിൽ നിന്ന് ഞങ്ങളൊക്കെ പഠിച്ചത്, ഞങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചത്, ഞങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാമത്തെ കാര്യമായി നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും ഏകനായ തമ്പുരാനിൽ നിന്ന് മാത്രമാണ് എന്ന് വിശ്വസിക്കല് ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമായി, ഈമാൻ കാര്യത്തിൽപ്പെട്ട കാര്യമായി സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുമ്പോൾ ഇവർ വന്ന് പറയാണ് അല്ല മറ്റു പലരും ചെയ്തു തരും, മറ്റു പലരും സഹായിക്കും, അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള് അവരൊക്കെ സഹായിക്കും, അവർക്കൊക്കെ പല കഴിവുമുണ്ട് എന്ന് പറഞ്ഞ് ഈമാൻ കാര്യത്തിലെ ആ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് തെറ്റിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ആവണമെങ്കിലുള്ള കാര്യങ്ങളാണല്ലോ ഈമാൻ കാര്യങ്ങൾ. ആ ഈമാൻ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനാണ് വിശ്വസിക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഇവരെ കൂടെ നടക്കുന്ന, ഈ പാർട്ടി പ്രവർത്തിക്കുന്ന, അതിന്റെ ആളായി അഭിമാനത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന ഒരാള് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പറയുന്ന തവസ്സുലൊന്നും ഞാൻ ചെയ്യലില്ല, ഞങ്ങളൊക്കെ മമ്പുറത്ത് പോയിട്ട് മമ്പുറം തങ്ങളെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്നല്ല, ഞാനൊക്കെ മമ്പുറത്ത് പോയാൽ മമ്പുറത്തെ തങ്ങളോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കലാണ്, നേർക്ക് നേരെ ചോദിക്കലാണ്, അതെനിക്ക് പ്രയോജനമുണ്ട് എന്നാ. എന്താ പ്രയോജനം? മൂപ്പര് പറഞ്ഞ് മമ്പുറം തങ്ങളോട് പറഞ്ഞിട്ട് എനിക്കൊരു ബൈക്ക് കിട്ടിയില്ല, മമ്പുറം തങ്ങളോട് പറഞ്ഞിട്ട് എനിക്കൊരു ബൈക്ക് കിട്ടി. അപ്പൊ എങ്ങനെ ബൈക്ക് കിട്ടി ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എന്നാൽ അയാൾ പറയാന്ത് മമ്പുറത്ത് തങ്ങളോട് പറഞ്ഞിട്ട് കിട്ടിയതാണ്. നമ്മളെ പ്രവർത്തകൻ പറഞ്ഞു ഞങ്ങളൊക്കെ ബൈക്ക് കിട്ടിയാ വിശ്വസിക്കല് അത് പഠിച്ചോൻ തന്നതാണ് എന്നാ, നിങ്ങൾ വിശ്വസിക്കണതോ മമ്പുറത്ത് തങ്ങൾ തന്നതാണ് എന്ന ഇതാ വ്യത്യാസം. യഥാർത്ഥത്തില് നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വന്ന നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും തമ്പുരാന തീരുമാനപ്രകാരമാണ് എന്ന ആ വിശ്വാസത്തിൽ നിന്ന് ഇവരെ കൂടെ നടന്നപ്പോൾ എത്ര കണ്ട് ആ മനുഷ്യനെ വ്യതിചലിച്ചു എന്നതിന്റെ ഒരു സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോ ഇവർ നാട്ടുകാരെ പഠിപ്പിക്കുന്നത് അള്ളാഹു മാത്രമൊന്നുമല്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അള്ളാഹുവോട് മാത്രമൊന്നുമല്ല നമ്മൾ ചോദിക്കേണ്ടത്, മറ്റു പലരോടും ചോദിക്കണം. മുജാഹിദ് പ്രസ്ഥാനം എന്നും പറയാനുള്ളത് അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അവരൊക്കെ മഹത്തുക്കളാണ്, മഹാന്മാരാണ്, ഉന്നതന്മാരാണ്, അള്ളാഹു ആദരിച്ചവരാണ്. നാം അവരെ സ്നേഹിക്കണം, നാം അവരെ ബഹുമാനിക്കണം, നാം അവരെ ആദരിക്കണം. അതിലൊന്നും
മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ നടന്ന എത്രയോ പ്രഭാഷണങ്ങളിൽ ഒന്നിൽ പോലും പറഞ്ഞിട്ടില്ല അമ്പിയാവുലിയാക്കന്മാരെ സ്നേഹിക്കാൻ പാടില്ല എന്ന്, അമ്പിയാവുലിയാക്കന്മാരെ ബഹുമാനിക്കാൻ പാടില്ല എന്ന്, അവരെ ആദരിക്കാൻ പാടില്ല എന്ന് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ മുജാഹിദുകൾ പറയുന്നുവെന്ന് മുജാഹിദുകളുടെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് എന്നിട്ട് പറയാ നമുക്കുള്ളത് അമ്പിയാക്കന്മാരാണ്, നമുക്കുള്ളത് ഔലിയാക്കന്മാരാണ്, നമുക്ക് അവരൊക്കെ ഉള്ളത്, ഇവർക്ക് അല്ല മാത്ര, അതുകൊണ്ട് നമുക്ക് അല്ല മാത്രം പോരാ, അല്ലാഹു അല്ലാത്ത ആളുകളും എല്ലാം ചെയ്യും, എല്ലാ കഴിവും അവർക്കുണ്ട് എന്നാണ് ഇവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. പുളിക്കൽ വെച്ച് ഇവർ മുഖാമുഖം നടത്തി. പുളിക്കൽ എന്ന് പറയുമ്പോൾ ഒരു സുന്നി പോലും ഇല്ലാത്ത പൂർണ്ണമായും മുജാഹിദുകൾ മാത്രം ജീവിക്കുന്ന പ്രദേശമാണ് പുളിക്കൽ പ്രദേശം. മുജാഹിദുകളുടെ 2 സ്ഥാപനങ്ങളും അവിടെ മുഴുവൻ വീട്ടുകാരും മുജാഹിദ് പ്രവർത്തകന്മാരാണ്. ഒരു സുന്നിയെ പോലും പുളിക്ക പോയാൽ കാണാൻ സാധ്യമല്ല. ആ പുളിക്കൽ പ്രദേശത്ത് വന്നിട്ട് ഇവര് മുഖാമുഖം നടത്തി. ഇവിടെ വന്ന അലവി സഖാഫിയും അതുപോലെ സുലൈമാൻ സഖാഫിയും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിം എന്ന് പറയുന്ന ഇവര് ഷെയ്ഖുൽ ഹദീസ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വന്യവയോധികനും പിന്നെ ഒരുപാട് തലനിരച്ച വലിയ വലിയ ആലിമീങ്ങളാണെന്ന് തോന്നിക്കുന്ന ചില ആളുകളൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി എത്തിയിട്ട് അവിടെ മുഖാമുഖം നടത്തി. അതും ഈ പറഞ്ഞ പോലെ ഒരു നാടകം തന്നെയായിരുന്നു. പക്ഷേ പുളിക്കലായതുകൊണ്ട് ഇവർക്കറിയാം അവിടെ മുജാഹിദുകൾ ചോദിക്കാൻ വരുമെന്ന്. അവിടെ മുജാഹിദുകൾ ചോദിക്കാമെന്നു തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചപ്പോ അവരുടെ വർത്തമാനത്തിൽ തന്നെ അവര് നേരെ തിരിഞ്ഞുകൊണ്ടുള്ള വിരുദ്ധമായ വാദങ്ങൾ ഉന്നയിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ആദ്യം പറഞ്ഞു ഭൗതികവും അഭൗതികവും വ്യത്യാസമൊന്നുമില്ല, എല്ലാ കഴിവും മഹാന്മാർക്കുണ്ട്, എന്തും ചെയ്യാൻ പോലെ കൊണ്ട് കഴിയും. മുജാഹിദീങ്ങൾ പറയാ ഭൗതികമായ സഹായങ്ങൾ അത് നമ്മൾ തമ്മിൽ ചോദിക്കുക. ഉദാഹരണമായി ഒരാളുടെ 10 രൂപ ചോദിക്കുക, അത് നേരെ ചോദിക്കാം. അതേസമയം അഭൗതികമായ കാര്യങ്ങൾ, പഠിച്ചോനെ രോഗം മാറ്റണേ, തമ്പുരാനെ സ്വർഗം നൽകണമേ, തമ്പുരാനെ നരകം കാക്കണമേ തുടങ്ങിയ കാര്യങ്ങൾ അത് റബ്ബിനോടെ ചോദിക്കാവൂ എന്ന് മുജാഹിദീങ്ങൾ പറയുന്നു. എന്നാ സുന്നിയാക്ക് പറയാനുള്ളത് എല്ലാ സഹായവും മഹാന്മാർ ചെയ്യുമെന്നാണ്. ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ സ്വർഗത്തിലേക്ക് ആക്കലാണോ അത് മഹാന്മാർക്ക് കഴിയും, നരകത്തിന് രക്ഷപ്പെടുത്തലാണോ അത് മഹാന്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ സമീപ പ്രദേശമായ കുഴിപ്പുറത്ത് ഒരു മുഖാമുഖം വെച്ചപ്പോ സുലൈമാൻ സഖാഫി മാളിയേക്ക് കുഴിപ്പുറത്ത് മുഖാമുഖത്തിന് സുലൈമാൻ സഖാഫിയോട് ചോദിച്ചു, ഖുർആനിൽ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന ഖുർആനിലുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ റബ്ബന എന്നത് മാറ്റിയിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് മാറ്റാൻ പറ്റുമോന്നാ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ റബ്ബന ആതിന എന്ന റബ്ബന മാറ്റി ഷെയ്ഖിന്റെ പേര് വെച്ച് മുഹിയുദ്ദീൻ ഷെയ്ഖ് ദുനിയാവിലും പരലോകത്തും നല്ലത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സുലൈമാൻ സഖാഫി പറഞ്ഞെന്താ, പറ്റുമെന്ന് മാത്രമല്ല അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടവുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥന അത് മാറ്റാമെന്ന് വരെ ഫത്വ കൊടുക്കുന്ന ആളുകളാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് അബ്ദുൽ ബാരി മുസ്ലിയാരെ പേര് സ്റ്റേജ് ഉണ്ടാക്കി നഗരം ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിട്ട് ഈ വാക്കളവ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അബ്ദുൽ ബാരി മുസ്ലിയാർ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ആശയം ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. ഹൈദ്രോസ് മുസ്ലിയാർ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവരുടെയൊക്കെ പേരിൽ ഇവിടെ വേരുണ്ടാക്കി നഗരം സ്ഥാപിച്ച് അവരെ ഖുത്ബ് ഖാനയിൽ നിന്ന് കിതാബിനെ അട്ടി കൊണ്ടുവന്ന് അതിങ്ങനെ അട്ടിയിൽ വെച്ചിട്ട് ഈ വക ഖുർആൻ തിരുത്തുന്ന ഏർപ്പാട് വരെയാണ് കാണാൻ സാധിക്കുന്നത്. ഖുർആൻ തിരുത്തൽ മാത്രമല്ല, ഈ കെ വിഭാഗം സുന്നികളോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഖുത്ബ് ഖാനയിൽ 5 കൊല്ലം മുമ്പുണ്ടായ കിതാബുകളുടെ പകുതി മാത്രമേ ഇപ്പൊ കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കി എവിടെ പോയി? കാന്തപുരം സുന്നികൾ അവിടെ പോയി കൂടാരം കെട്ടി അവിടെ കൂടിയിട്ട് കിതാബ് കട്ടുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പകുതിയോളം കിതാബുകൾ അവിടുന്ന് കളവ് പോയിട്ടുണ്ട്. ഇപ്പോഴും ഇതാ വലിയ ഭാണ്ഡം പേറി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയത് കൊണ്ടുവന്നതിന്റെ അത്ര ഉണ്ടാവൂല എന്ന കാര്യം തീർച്ചയാണ്. അത് മറ്റൊരു വിഷയം. അപ്പൊ സൂചിപ്പിച്ചത് ഇവര് പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ്. ഭൗതികമെന്ന വ്യത്യാസമില്ല, അഭൗതികമെന്ന വ്യത്യാസമില്ല, ഏത് കാര്യവും ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട്
കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. പുളിക്കൽ മുഖാമുഖത്തിൽ വെച്ച് ഇവർ തന്നെ ഷെയ്ഖുൽ ഹദീസ് എന്ന് പരിചയപ്പെടുത്തുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഖുറാഫി പണ്ഡിതൻ, ഒരു കാരന്തൂരി പണ്ഡിതൻ, അദ്ദേഹം ഈ കാര്യം കൃത്യമായി പഠിപ്പിക്കുന്നു. ഒരു പക്ഷേ ഇവിടൊക്കെ വരുമ്പോ പറഞ്ഞു അത് അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ടാണ്, ഇവർക്കൊന്നും കഴിയൂല, അതങ്ങനെ അള്ളാഹ് കൊടുത്തതിന് പരിധിയുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അവിടെ നിന്നപ്പോ പറഞ്ഞ എന്താണ്, എന്തും ഏതും ചെയ്യാൻ, ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടെ നിന്ന് മുജാഹിദുകളുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള് അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കിനേലുള്ള ആ നേക്കിനേൽ ചെയ്യുന്ന സഹായമല്ലാത്തത്. രോഗം മാറ്റാൻ പ്രാർത്ഥിക്കുക, അതുപോലെ കടം വീട്ടാൻ പ്രാർത്ഥിക്കുക, അതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയുക, നരകത്തിന് രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുക, ഇതുപോലെ കാര്യങ്ങള്, ദോഷം പൊറുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക ഘട്ടത്തിൽ അള്ളാഹു വിളിച്ച് പറയാണ്, റസൂലെ താങ്കളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ട്, സത്യവിശ്വാസികൾ മുഴുവൻ നിങ്ങളെ കൂടെയുണ്ട്, മലക്കളും നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് അതാ ദുർവ്യാഖ്യാനിച്ചിട്ട് മലക്കൾ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നത് എടുക്ക, അത് ഈ ശുഹദാക്കന്മാർ പ്രാർത്ഥിക്കാൻ, ഔലിയാക്കന്മാർ പ്രാർത്ഥിക്കാൻ, അയിമക്ക കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഏത് കാര്യമായാലും എല്ലാം ചെയ്യാൻ എല്ലാരെ കൊണ്ടും കഴിയുമെന്ന് വാദിക്കുന്ന അനിസ്ലാമികമായ ആശയത്തിലേക്കാണ് ഈ വിഭാഗം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സഹായിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞുവെന്ന് പക്ഷെ ചോദിച്ചേക്കാം, അവരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴിപ്പുറത്ത് വെച്ച് സുലൈമാൻ സഖാഫി പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന പ്രാർത്ഥനയിൽ റബ്ബന എന്ന് മാറ്റിയിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പ്രാർത്ഥിക്കുന്നത് പറ്റുമെന്ന് മാത്രമല്ല അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് എന്ന് കുഴിപ്പുറത്ത് പറഞ്ഞുവെങ്കിൽ മറ്റൊരു മുഖാമുഖത്തില് സുലൈമാൻ സഖാഫിയോട് തന്നെ ചോദിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണോ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കലാണോ അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നൊരു ചോദ്യം. അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണോ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കലാണോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? എന്താ സഖാഫി പറഞ്ഞത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് അള്ളാഹ്ക്ക് അത് ഇഷ്ടമില്ല. വെറുതെ പറയല്ല, അതും കൂടി കേൾക്കുന്നത്. അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ, ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം? രണ്ടും അള്ളാഹ് ഭയങ്കര പൊരുത്ത, രണ്ടും അതുകൊണ്ടാണല്ലോ എന്താ കുട്ടികൾ, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ പറഞ്ഞത്. എന്നോട് ചോദിക്കണത് എനിക്ക് ഇഷ്ടമാണ്, റസൂലിനോട് ചോദിക്കണത് എനിക്ക് ഇഷ്ടമാണ്, ഔലിയാക്കളോട് ചോദിക്കണത് എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറയാൻ കാരണമാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് അള്ളാഹ് മൂന്നും പറഞ്ഞത്. അതേ സമയത്ത് മുജാഹിദിനെ ഈ പറയണ ഈ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന പരിപാടിയല്ല, അള്ളാഹ്ക്ക് ഏതായാലും ഇഷ്ടമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുഹു വല്ലദീന ആമനൂ എന്ന് പറഞ്ഞ ആയത്ത് എന്താ ചെയ്യാ? അപ്പൊ ആ ആയത്തിന് അപ്പൊ ഖുർആൻ മുഴുവൻ സ്വീകരിക്കണോ? ഖുർആൻ മുഴുവൻ സ്വീകരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അള്ളാഹുവിനോടും ചോദിക്കണം, റസൂലിനോടും ചോദിക്കണം, ഔലിയാക്കളോടും ചോദിക്കണം. നേരത്തെ പറഞ്ഞ വിശദീകരണം ഇതിനോട് ചേർത്ത് വായിക്കണം. അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ്, അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്ന വേറെ രൂപത്തിലാണ്. ചോദ്യകർത്താക്കൾ മൈക്ക് അവിടെ ഓഫ് ചെയ്യണം, അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്.
അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്, അതുപോലെ റസൂലിനോടും ഔലിയാക്കളോടും ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്. ആ വിശദീകരണം മറക്കാൻ പാടില്ല. ഏതായാലും ഖുർആൻ മുഴുവനും സ്വീകരിക്കുന്നവരാണോ അവരെന്ത് ചെയ്യും? അവർ സുന്നിയുടെ മാതിരി അള്ളാഹിനോടും ചോദിക്കും, റസൂലിനോടും ചോദിക്കും, മുഹദ്ദിസീങ്ങളോടും ചോദിക്കും, ഔലിയാക്കളോടും ചോദിക്കും. ഖുർആൻ കുറച്ച് ഒരു തുണ്ട് മാത്രം സ്വീകരിക്കുന്നവരാണോ ഒരു അള്ളാഹിനോട് മാത്രം ചോദിച്ചിട്ട് എന്ന ദീർഘമായ ഭാഗം അവര് അവഗണിക്കും. ഇങ്ങനെ ഖുർആൻ കുറച്ച് സ്വീകരിച്ച് കുറച്ച് മറച്ചു വെക്കുക എന്നത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. ആ ജൂതന്മാരുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ജൂതന്മാരുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും സ്വഭാവം സ്വീകരിക്കാൻ സുന്നികൾ തയ്യാറല്ലാത്തതുകൊണ്ട് അവർ മുഹദ്ദിസീങ്ങളോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരർത്ഥത്തിലാണ്, മുഹദ്ദിസീങ്ങളോട് ചോദിക്കുന്നത് ഒരർത്ഥത്തിലാണ്. രണ്ടും ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ നാട്ടുകാർ ചോദിക്കാതെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഈ വാദം? അള്ളാഹുവോട് മാത്രം ചോദിക്കുന്നത് അള്ളാഹ്ക്ക് എന്തായാലും ഇഷ്ടല്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് കൂടി ചോദിക്കലാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്ന് ഖുർആന്റെ പേരിൽ, പടച്ചതമ്പുരാന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ഈ സുലൈമാൻ സഖാഫി ചെയ്യുന്നത്. അയാൾക്ക് ഇത് ചെയ്യാം, കാരണം അയാൾ അതിലും ഇത് ചെയ്ത ഇത് സുലൈമാൻ സഖാഫി ഇറക്കിയ സുന്നത്തെ അമായത്ത് എന്നൊരു പുസ്തകം, സുന്നത്തെ അമായത്ത് എന്ന പേരിട്ട് കൊണ്ട് എല്ലാ വിധത്തും പ്രചരിപ്പിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തില് സുലൈമാൻ സഖാഫി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് മാറ്റിക്കൊണ്ടാണ് ഇതിന് കൊടുത്തത്. അഥവാ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, അതില് ഫസ്തഗ്ഫിറുല്ലാ എന്നത് ഫസ്തഗ്ഫിറുല്ലാ എന്നാക്കി മാറ്റി. അതോടൊപ്പം വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നത് റസൂലു എന്നുള്ളത് റസൂല എന്നുമാക്കി മാറ്റി. അള്ളാഹിന്റെ റസൂല് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്നത് റസൂല എന്നാക്കുകയും അർത്ഥം കൊടുക്കുകയും ചെയ്തു. നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും. അപ്പൊ അള്ളാഹിനോടും പാപമോചനം തേടണം, അള്ളാഹിന്റെ റസൂലിനോടും പാപമോചനം തേടണമെന്ന് ഇദ്ദേഹം പച്ചയായി കള്ളമെഴുതി വിട്ടു. 8ഓളം ഖുർആൻ പരിഭാഷകൾ സുന്നി പണ്ഡിതന്മാർ, തിരുവങ്ങാടി ഖാദിയെ പോലെയുള്ള ഇപ്പൊ കൊണ്ടുവന്ന ഡ്യൂപ്ലിക്കേറ്റ് ഖാദിയല്ല, തിരുവങ്ങാടി കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഖാദി, ആ ഖാദി എഴുതിയ ഖുർആൻ പരിഭാഷ, അതുപോലെ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ബിച്ചുകോയ എഴുതിയ ഖുർആൻ പരിഭാഷ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റാട് എഴുതിയ ഖുർആൻ പരിഭാഷ, TK അബ്ദുള്ള മുസ്ലിയാർ എഴുതിയ ഖുർആൻ പരിഭാഷ, KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയ ഖുർആൻ പരിഭാഷ, ഇങ്ങനെ തുടങ്ങുന്ന 8ഓളം ഖുർആൻ പരിഭാഷകൾ സുന്നി പണ്ഡിതന്മാരടക്കിയെങ്കിൽ ആ പരിഭാഷകളിൽ ഏതിൽ നോക്കിയാലും ഈ അർത്ഥം കാണാൻ സാധ്യമല്ല. അതിലൊന്നുമില്ലാത്ത അർത്ഥം അയാളുടെ പുസ്തകത്തിൽ 1 അല്ല 2 അല്ല 3 എഡിഷനുകളിൽ എഴുതിവിട്ട് ആയത്തും മാറ്റി അർത്ഥവും മാറ്റിയിട്ട് പ്രസിദ്ധീകരിച്ച ആളുകളാണ്. കഴിഞ്ഞുപോയ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പേരിൽ നഗരി സ്ഥാപിച്ച് സ്റ്റേജ് കെട്ടി അവിടെ വന്ന് പറയാൻ ധൈര്യപ്പെടുന്നെങ്കിൽ അവരെ പറയുന്നത് ഇസ്ലാം അല്ല എന്നേ നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത്, റബ്ബിനോട് മാത്രം ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏതായാലും ഇഷ്ടമല്ല. പക്ഷെ അത് പറയാൻ അവർക്ക് സദസ്സിന്റെ മുമ്പിൽ, കൗമിന്റെ മുമ്പിലേ ധൈര്യമുള്ളൂ. പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ വാദം പറയാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് 2004 സെപ്റ്റംബർ 4-ാം തീയതി മണ്ണാർക്കാട് വെച്ച് സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒന്നിച്ചിരുന്ന് ഒരേ ഹാളിൽ വെച്ച് ചർച്ച നടത്തിയപ്പോൾ ഈ വാദം പറയാൻ അവിടെ പങ്കെടുത്ത സുലൈമാൻ സഖാഫിക്കോ അലവി സഖാഫിക്കോ ധൈര്യമുണ്ടായില്ല. അതിന്റെ 6 മാസം മുമ്പ് കൊണ്ടോട്ടിയെ വെച്ച് നടന്ന സംവാദത്തിലും അത് പറയാൻ ധൈര്യമുണ്ടായില്ല. അവസാനമായി ഇക്കഴിഞ്ഞ 28-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിന് സമീപം ഹൊസങ്കടയിൽ വെച്ച് സുന്നികളും മുജാഹിദുകളും നേർക്ക് നേരെ ഇവിടെ വന്ന അലവി സഖാഫിയും അതുപോലെ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയും അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടിയും തുടങ്ങുന്ന ഒരുപാട് സഖാഫിമാര് 10 പണ്ഡിതന്മാർ, അവരും 10 പണ്ഡിതന്മാർ മുജാഹിദ് ഭാഗത്തുനിന്നും, അതുപോലെ 350 ആളുകൾ ഒതുങ്ങുന്ന സദസ്സുമടക്കം ഒരു ഹാളിൽ നിന്ന് 7 മണിക്കൂർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നീണ്ടുനിന്ന ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയിലും
പേരോട് കൊണ്ടുവരാൻ നോക്കി അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന്, അമ്പിയാക്കന്മാർ പ്രാർത്ഥിക്കാം, ഔലിയാക്കന്മാർ പ്രാർത്ഥിക്കാം, സ്വാലിഹീങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് വിഷയാവതരണത്തിൽ പേരോട് സഖാഫി സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് സക്കരിയ സ്വലാഹി ചോദിച്ചു, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ചോദിക്കട്ടെ, അല്ലാഹുവോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ പേരോടിന് മനസ്സിലായി ഉത്തരം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്താ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞത്? എല്ലാ അഭൗതിക സഹായവും എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് മുഖാമുഖത്തില് നാട്ടുകാരുടെ മുമ്പിലേക്ക് വരുമ്പോ പറയുന്ന പണ്ഡിത വേഷധാരികള് അവര് മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂടെ ഒന്നിച്ചിരുന്നപ്പോൾ അവർക്ക് ഈ വാദം കൊണ്ടുവരാൻ ധൈര്യമുണ്ടായില്ല എന്ന് മാത്രമല്ല, പേരോട് പറഞ്ഞ എന്താ, ഞങ്ങൾ പറയുന്നത് എല്ലാ സഹായവും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നാ. കാരണം അല്ലാഹുവേ എന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹായം തേട്ടം അത് എല്ലാം തമ്പുരാനോടാവണം. മുജാഹിദീങ്ങളാണ് അല്ലാഹുല്ലാത്ത ആളുകൾ ചോദിക്കാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് മുജാഹിദീങ്ങളെക്കാളും വലിയ തൗഹീദ് പറയാനാ പേരോട് സഖാഫി ശ്രമിച്ചത്. അവർ കൊണ്ടുവന്ന ആ ആദർശം പോലും അവർ നാടുനീളെ 300ഓളം മുഖാമുഖങ്ങളിൽ കൊണ്ടുവരുന്ന ആദർശം പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പറയാൻ ധൈര്യമില്ലാതെ അവര് വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് ആ സംവാദത്തിൽ കാണാൻ കഴിഞ്ഞത്. അന്ന് ആ സംവാദത്തില് ഒരു ശ്രോതാവായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അത്ര കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നത്. അവസാനം പേരോട് സഖാഫിയെ, ഇവിടെ വന്ന അലവി സഖാഫിയെ കുളിപ്പിച്ച് കെടുത്തിയിട്ട് ആ മുജാഹിദുകൾ പുറത്തിറങ്ങിയത്. പിറ്റേന്ന് സിറാജിൽ വന്നു അലവി സഖാഫിയെയും പേരോട് സഖാഫിയെയും കഫൻ ചെയ്യുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടതാ. കാണാത്തവർക്ക് വേണ്ടി AP സുന്നാൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നമ്മുടെ നാട്ടിൽ മൊത്തം ഒട്ടിച്ചു. ഷാള് കൊണ്ടുവന്ന്, പച്ച ഷാളും നീല ഷാളും കൊണ്ടുവന്ന് പേരോട് സഖാഫിനെയും അലവി സഖാഫിയെയും കഫൻ ചെയ്യുന്ന കോലം നമ്മൾ പിറ്റേന്ന് സിറാജ് കണ്ടതാ. അതാണ് നമ്മളവിടെ കേട്ടത്. മുജാഹിദുകള് ഇക്കാലം വരെ പറഞ്ഞ, സുന്നികള് കാന്തപുരക്കാര് ഈ കാലം വരെ പറഞ്ഞ ആദർശത്തിൽ സ്ഥാപിക്കാൻ ചോദ്യം ചോദിക്കുമ്പോൾ 10 ചോദ്യം മുജാഹിദുകൾ കൊണ്ടുപോയിട്ട് ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കേണ്ടി വന്നത്. ബാക്കി 9ഉം മടക്കി കീശിയിട്ട് പോരാ ചെയ്ത്. കാരണം എന്താ, ഒന്നിന് തന്നെ മറുപടി പറഞ്ഞില്ല. സിറാജ് എന്താ എഴുതിയത്? മുജാഹിദുകൾ നിലംപരിശായീന. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം, കാസറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തേ കാന്തപുരം സുന്നാള് ഇറക്കാൻ ധൈര്യപ്പെടാത്തത്? സിറാജിൽ വന്നു, ആ സംവാദം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ കാസറ്റ് പുറത്തിറങ്ങിയെന്ന്. ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് സിറാജ് നമ്പറും കൊടുത്തു. അന്ന് രാവിലെ പരസ്യം കണ്ടപാടെ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചു, കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? ഒരു പറഞ്ഞെന്താ, അത് ഇറങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞു പോയി. രാവിലെ സിറാജിൽ വരിക, കാസറ്റ് ഇറങ്ങി, ആവശ്യമുള്ള ബന്ധപ്പെടുക. അപ്പൊ തന്നെ വിളിച്ചു, അപ്പൊ പറയാ കഴിഞ്ഞു പോയി. അപ്പൊ പേരോട് സഖാഫിക്ക് ഫോൺ ചെയ്തു. പേരോടിന് ചോദിച്ചു, അല്ല ഉസ്താദെ നമ്മളെ കാസറ്റ് ഇറങ്ങിക്കണോ? ഇല്ല, ഇറങ്ങിയിട്ടില്ല, അപ്പൊ അടുത്ത് ഇറങ്ങും. അല്ല സിറാജ് കണ്ടല്ലോ ഇറങ്ങി എന്ന്. പേരോട് പറയാ, എടോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇറങ്ങും എന്നാണ്, ഇറങ്ങി എന്ന് പറഞ്ഞാല് ഇറങ്ങും എന്നാണ്. അതെന്താ അങ്ങനെ? എടോ ഖുർആനിലെ അതാ അംറുല്ലാ, ഖിയാമത്തിനെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു അതാ അംറുല്ലാ, അള്ളാഹിന്റെ കൽപ്പന വന്നു, അത് വന്നു എന്നല്ല വരും എന്നാണ്. എന്ന പോലെ കാസറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങുമെന്നാണ്. ഈ കോലത്തിലാ കൊണ്ടെടുക്കുന്നത്. ഇന്നിറങ്ങും നാളിറങ്ങും, ഇന്നിറങ്ങും നാളിറങ്ങും ഇങ്ങനെ പറയാന്നല്ലാതെ ഇറക്കാൻ കഴിയില്ല. മുജാഹിദുകൾ പിറ്റേന്ന് തന്നെ ഇറക്കി. ഇൻഷാ അല്ലാഹ് അവിടെ ആ വസങ്കടി സംവാദത്തിൽ എന്താണ് നടന്നത് എന്ന് ആ കാസറ്റ് കാണുന്ന ആൾ കൃത്യമായി അറിയാം. കാസറ്റ് ആവശ്യമുള്ള ആളുകൾ നമ്മളെ വള്ളി ബന്ധപ്പെട്ട കൊടുക്കാൻ തയ്യാറാ. ഇവരിറക്കിയിട്ട് കാണാൻ കൂടൂല. അതിന് മുമ്പ് വേണേ ഞങ്ങൾ തരാം, കൈവശത്തിലുണ്ട്. അപ്പൊ സൂചിപ്പിച്ചത് ആ വസങ്കടി സംവാദത്തിൽ പേരോട് എന്താ പറഞ്ഞത്? എല്ലാ സഹായവും അള്ളാഹിനോടെ ചോദിക്കാൻ പാടുള്ളൂ. ചിലർ പറയും അവിടെ പറഞ്ഞിട്ടില്ലാന്ന്. അതുകൊണ്ട് ആ വസങ്കടി സംവാദത്തിന് ആ ഭാഗം നിങ്ങൾ ഇപ്പൊ കേൾക്കുക, ബാക്കി പിന്നെ കേൾക്കാം. പിന്നെ ഞങ്ങളെ വിശ്വാസം എന്തറിയോ? ശരിക്കും പഠിക്കണം നിങ്ങൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ. എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇവിടെ നിങ്ങളൊരു വിവേചനം ഉണ്ടാക്കി. ചില കാര്യത്തിന് അള്ളാഹിനോട് മാത്രം, ചിലത് മറ്റുള്ളവരോട്. ഇത് വാസ്തവത്തിൽ ശിർക്കിലേക്ക് പോകുമെന്ന് നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു എല്ലാ കാര്യത്തിനും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സർവ്വകാര്യത്തിലും സഹായം ചോദിക്കുന്നു എന്ന് 17 പ്രാവശ്യം നിർബന്ധമായി 17 റകഅത്തുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ 5 നേരം. അപ്പോ നിന്നോട് മാത്രമേ സഹായം ചോദിക്കാവുന്ന ഞങ്ങളുടെ അഭിപ്രായം.
അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ സർവ്വ വിഷയത്തിലും. മറ്റുള്ളവർ സഹായത്തിന്റെ കാരണക്കാരാണെന്ന നിലക്ക് നിങ്ങൾ ചോദിക്കുന്നു പലരോടും. നിങ്ങൾ ഇവിടെ തന്നെ സംഘാടകരോട് ചോദിക്കുന്നു, പോലീസുകാരോട് ചോദിക്കുന്നു, അതുപോലെ എഞ്ചിനീയറോട് ചോദിക്കുന്നു, ഡോക്ടറോട് ചോദിക്കുന്നു. അപ്പൊ കണ്ടങ്ങള് മൂപ്പര ഉസ്താദ നെല്ലിക്കുത്ത് നേരത്തെ പറഞ്ഞത്. അയാളെന്താ പറഞ്ഞത്? അഭൗതികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമല്ല, എല്ലാ സഹായം എല്ലാരും ചെയ്യുന്ന. ആ നെല്ലിക്കുത്ത് മുസ്ലിയായ ശിഷ്യന് മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ വന്നിരുന്നപ്പോ മൂപ്പയ്ക്ക് ധൈര്യമില്ലാതെ പറയാൻ, അത് പറഞ്ഞ കുടുങ്ങുന്നറിയാ. അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങള് പറയാ എല്ലാം അല്ലാഹുവിനോടേ പാടുള്ളൂ, മുജാഹിദീങ്ങളാണ് അല്ലാത്തോട് പറഞ്ഞത്. അതെന്താ? സംഘാടകരോട് ചോദിച്ചു, പോലീസുകാരോട് ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ മുജാഹിദീങ്ങളെ എങ്ങനെ ചെന്ന് ശിർക്കാവുന്ന് പേടിക്കണം എന്നാ. എങ്ങനെയുണ്ട്? ഓൻ തന്നെ പറയാ, മൂപ്പരനെ പറയാ അപ്പുറത്ത് കയറിയിട്ട് അല്ലേന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ എന്ന്. അല്ലേണ് വിശ്വസിച്ചെങ്കിൽ, ദൈവമാണ് വിശ്വസിച്ചെങ്കിൽ ശിർക്കാവുള്ളൂ എന്ന് നമ്മോട് പറയാ. പോലീസുകാരോട് ചോദിക്കുമ്പോൾ ശിർക്കാവുന്ന് പേടിക്കണം എന്നാ. ഇതാ അവസ്ഥ. ഇല്ലാത്ത വാദം കൊണ്ടുവന്ന അങ്ങനെ ആയിരിക്കും. ഇസ്ലാമിലില്ലാത്ത ദുർവ്യാഖ്യാനം ചെയ്ത ആശയം കൊണ്ടുവരുമ്പോൾ നിലനിൽപ്പുണ്ടാവൂല, അത് പൊളിയും. ഒരു 4 സ്റ്റേജ് പറഞ്ഞാൽ 5ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് അത് പൊളിഞ്ഞിട്ടുണ്ടാവും. മണ്ണാർക്കാട് സംവാദത്തിൽ സമദയ്യത്തും ഇലാഹാക്കലും കാര്യമായി എടുത്തുദ്ധരിച്ചപ്പോ ഈ കാസർഗോഡ് സംവാദത്തിൽ സമദയ്യത്ത് എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഈ പേരോട് ധൈര്യം ഉണ്ടായില്ല, അലവി സഖാഫിക്ക് ധൈര്യം ഉണ്ടായില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ആദ്യം ഇറങ്ങിയത് സുന്നിയാടാ, പിന്നെയാണ് മുജാഹിദീങ്ങൾ ഇറങ്ങിയത്. അപ്പൊ അവരിറങ്ങിയപ്പോ അവര് പേരോട് പ്രസംഗിക്കുമ്പോൾ അലവി സഖാഫി കൊടുത്ത കുറെ കുറിപ്പുകളുണ്ട്, എഴുതി കൊടുത്ത നോട്ടുകൾ, അതൊക്കെ താഴെട്ടിട്ട് അവര് പോയത്. അപ്പൊ ഞങ്ങളതൊക്കെ ഇങ്ങനെ പെറുക്കി ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെ അവര് കൊടുത്തു കാണാൻ വേണ്ടി. അപ്പൊ പേരോട് പ്രസംഗിക്കുമ്പോൾ അലവി സഖാഫി എഴുതി കൊടുത്തൊരു കുറിപ്പിൽ എന്താ? നമ്മള് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് കൗമിന് തോന്നുമോ എന്നാ എഴുതി കൊടുത്തത്. നമ്മള് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് കൗമിന് തോന്നുമോ? അപ്പൊ മൂപ്പരിക്കറിയാ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് അന്നനെ ഷാള് മുൻകൂട്ടി കൊടുന്നച്ചത്, മുമ്പേ കൊടുന്നച്ച ഷാള് സ്റ്റേജ് ഒരുക്കിക്ക, ജാഥ പിടിക്കാൻ തയ്യാറായി നിൽക്കുക, എന്നാലേ പിറ്റേന്ന് സിറാജ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ സിറാജിൽ തന്നെ 2 കളവ് വന്നു. ഒന്ന് പിറ്റേന്ന് തിരുത്തിയപ്പോൾ അതിലും വലിയ കളവ് അങ്ങേപ്പുറത്ത് വന്നു. രണ്ടും കൂടി വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇപ്പൊ ഇയാള് പറയാ എല്ലാ കഴിവും എല്ലാ സഹായവും അള്ളാഹുവിന്റെ മാത്രമാണ്, വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. അത് ഇവിടെ പ്രസംഗിച്ച അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട്. അലവി സഖാഫി ഇവിടെ പറഞ്ഞ എന്താണ്? അല്ലാഹുവില്ലാത്ത ആളോട് ചോദിക്കാം, ഇന്നമാ വലൈക്കും എന്ന് ഓതിയിട്ട്, അതേപോലെ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവില്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാമെന്ന്, സഹായം ചോദിക്കാമെന്ന് ഇവിടെ വന്നിട്ട് പോലും അലവി സഖാഫി പ്രസംഗിച്ചപ്പോ അതേ അലവി സഖാഫി നേരത്തെ നമ്മൾ കണ്ട പുളിക്കൽ മുഖാമുഖത്തിൽ തന്നെ ചോദ്യം തിരിച്ചാണ് ചെന്നപ്പോൾ അലവി സഖാഫി പറഞ്ഞ എന്താ? ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. ഈ പറഞ്ഞ പോലെ അതും കൂടി കേൾക്കി എന്നാ കാര്യം വ്യക്തമായി. ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഅന്നൽ ഖുവത ലില്ലാഹി ജമീആ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കഴിവും അല്ലാഹുവിനാണ്. അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ എന്നോ ഇല്ല. വഅന്നൽ ഖുവത ലില്ലാഹി ജമീആ. മുഴുവൻ കഴിവും അല്ലാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ വിഷയങ്ങൾ അത് അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതില്ല, അത് മനുഷ്യനോട് ചോദിക്കാം. അഭൗതികമായ കഴിവുകൾ അല്ലെങ്കിൽ സഹായങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം എന്ന് പറയുന്ന ഈ വിഭജനം വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന്റെ തഫ്സീറിൽ പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് അല്ലെങ്കിൽ വിജയികളുടെ ആ വാദം അത് ദുർവ്യാഖ്യാനമാണ്. അപ്പൊ കണ്ടങ്ങള് അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്താ? ഈ പറഞ്ഞ അനിസ്ലാമിക ആചാരല്ലേ? ഇപ്പൊ അപ്പുറത്തുനിന്ന് പുളിക്കല മുഖാമുഖത്തിന് മുജാഹിദീങ്ങൾ ചോദിക്കാൻ ചെന്നപ്പോഴുള്ള കോല നമ്മൾ കാണുന്നത്. അപ്പൊ നേരെ ആദർശാണ് മാറ്റി. അവിടുന്ന് പറഞ്ഞ എന്താ? എല്ലാം അള്ളാഹിനോട്, ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ അള്ളാഹുല്ലാത്ത ആൾക്കാർ ചോദിക്കാൻ തന്നെ പാടില്ല എന്ന് മുജാഹിദുകൾ ചോദിക്കാൻ വന്നപ്പോ പറയാ. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദ് വന്നപ്പോ മുജാഹിദ് ആണ് എന്ന് പറഞ്ഞ് കോലം കെട്ടിക്കൊടുന്നിട്ട് മുമ്പ് നിർത്തി ബൊമ്മയാക്കി ചോദിക്കുമ്പോ അപ്പൊ എന്തും പറയാലോ. അപ്പൊ പറയുന്നത് ആരോടും ചോദിക്കാം, എവിടെയും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. പക്ഷേ പുളിക്കൽ ഈ ചോദ്യം ചോദിച്ചപ്പോ ചോദ്യകർത്താവായ മുജാഹിദ് പ്രവർത്തകൻ ഉടനെ ചോദിച്ചു, എല്ലാ സഹായവും അള്ളാഹുവോട് മാത്രം
ചോദിക്കണമെന്നാണ് നിങ്ങളെ വാദമെങ്കിൽ പിന്നെന്തിനാ ശൈഖിനോട് ചോദിക്കുന്നത്, പിന്നെന്തിനാ മഹാമാട് ചോദിക്കുന്നത്, എന്നാ പിന്നെ അള്ളാഹ് ചോദിച്ചാ പോരെ എന്ന ചോദ്യം വന്നപ്പോ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും നെല്ലിക്കുത്ത് മുസ്ലിയാരും എല്ലാ മൂലമാരും തലിച്ചിരിക്കണ കോല പിന്നെ നമ്മൾ കാണുന്നത്. പിന്നെ മുണ്ടാട്ടില്ല. കാരണം എന്താ, പറഞ്ഞു കുടുങ്ങിപ്പോയി. ആദ്യം പറഞ്ഞു ഒക്കെ അള്ളാഹ് ചോദിക്കണം. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു, എന്നാ പിന്നെ എന്തിനാ ശൈഖന്മാർ ചോദിക്കണത്? ഈ ചോദ്യം പ്രതീക്ഷിച്ചതല്ല. ആ ചോദ്യം വന്നപ്പോ പിന്നെ മുണ്ടാട്ടില്ല. ഒരു നിമിഷം എല്ലാവരും മൗനമായി, ആരും മിണ്ടണില്ല. പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത ചെറിയൊരു മൂലരിട്ടി മൂപ്പഴി നീച്ചുന്നിട്ടായി ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടിയൂര. അതും കൂടി കാണി. അപ്പൊ വ്യക്തമാകുമ്പോൾ കാപ്പട്യം. അപ്പോൾ നമ്മുടെ മുഴുവൻ കാര്യം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന് ബഹുമാനായ ഉസ്താദ് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് നാം മറ്റുള്ള പുണ്യാത്മാക്കളോട്, മുഹ്യിദ്ദീൻ ശൈഖിനോടും അതുപോലെ തന്നെ ബദരീങ്ങളോടും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇബ്നുൽ അസീറും അത് തന്നെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് വായിച്ചു. കണ്ടോ, മുണ്ടല്ല ഒറ്റൊന്ന്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത്, സർവ്വ കാര്യങ്ങളും ഭൗതികവും അഭൗതികവും മുഴുവനും തന്നെ നമ്മൾ അള്ളാഹുവിനോടല്ലല്ലോ ചോദിക്കുന്നത്. പിന്നെയോ ഭൗതികമായതും അഭൗതികമായ കാര്യങ്ങളും ഒക്കെ മറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ഷാപ്പിൽ പോയി നാം അരി ചോദിക്കുന്നു, അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറോട് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നവര് ഇത് മുഴുവനും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ. നാളെ മുതൽ ഷാപ്പിൽ പോയി അരി ചോദിക്കുന്നതിന് പകരം അള്ളാഹുവേ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് 1 കിലോ അരി തരണം എന്ന് പറയണം. അതുപോലെ അസുഖം വന്നാൽ അത് ഡോക്ടറെ അടുക്കൽ പോയി ചോദിക്കുന്നതിന് പകരം അള്ളാഹുവേ എന്റെ രോഗം നീ മാറ്റണം എന്ന് ഇങ്ങനെ വാദിക്കുന്നവർ വാദിക്കേണ്ടി വരും. അപ്പോൾ ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നാവുന്നത് പോലെ അള്ളാഹുവിന്റെ അംബിയ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെയും അവരോടും ചോദിക്കാമെന്നാണ്. അല്ലാതെ ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. കണ്ടങ്ങൾ ഒരൊറ്റ സ്റ്റേജിലാപ്പത്. ഒരു സ്റ്റേജിലാണ് ആദർശം 3 വട്ടം മാറ്റിയത്. ആദ്യം നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞത് ഭൗതികമാട്ടെ അഭൗതികമാട്ടെ എല്ലാവരോടും ചോദിക്കാം. പിന്നെ അലവി സഖാഫി പറഞ്ഞു എല്ലാ സഹായം അള്ളാഹിനോടാണ്, വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. മൂന്നാമത് തിരിച്ച് ചോദ്യം വന്നപ്പോ സുലൈമാൻ സഖാഫിയും അലവി സഖാഫിയൊക്കെ പിന്നിക്ക് മാറാണ്ട് ഇരിക്കുക. എന്നിട്ട് ഏതോ ഒരു മോലേറ്റ് കയറിയിട്ട് ഇവിടെ ഒരുത്ത മണ്ടി പഞ്ഞ് കയറിയ മാതിരി ഒരുത്ത കയറിയിട്ട് പറയാന്ത് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് നമ്മൾ കേട്ടത്. ഒരേ സ്റ്റേജ് ഒരേ മുഖാമുഖത്തിന്റെ പേര് ഞങ്ങൾ കണ്ടത്. ഇതിന് തിരിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് അവിടെ കയറി പറഞ്ഞത് ജീവല്ലാത്ത സീഡി ഇടുക. സീഡിക്കല്ലേ ജീവല്ലാത്ത, അലവി സഖാഫിക്ക് ജീവുണ്ടല്ലോ, നെല്ലിക്കുത്ത് മുസ്ലിയാർക്ക് ജീവുണ്ടല്ലോ. പോയി ചോദിക്കുക പറഞ്ഞേക്കണോന്ന്. ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട പോലൊക്കെ. എന്നിട്ട് ഇവിടുന്ന് പറയാന്ത് ജീവല്ലാത്ത സീഡ് അത് പാലിക്കാൻ പറ്റൂലേ എന്നാ. ആ വക പൊട്ടീസോണ്ടൊന്നും ആളെ പിടിച്ചിട്ടാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പണ്ഡിതന്മാരാണ് എന്നും പറഞ്ഞ് കിതാബും കെട്ടിട്ട് വന്നിട്ട് ഈ പണിക്ക് നിൽക്കണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ പോയിരുന്നൂടെ, വഴുതറിയാൻ പോയിക്കൂടെ? എന്തിനാ കഴിയാത്ത പണിക്ക് വരുന്നത്? എന്നിട്ട് സംശയ നിവാരണത്തിന് തുറന്ന അവസരം എന്താ? ഓർക്കും സംശയം തന്നിട്ടില്ല. ഒരു 3 ആള് 3 കോലത്തിലാ പറയണത്. ആദ്യം ഓര് തമ്മിൽ തീരുമാനം എടുത്തിട്ട് ഒരു ഒത്തുതീർപ്പ് എത്തിയിട്ട് പോരെ കൗമിനെ പഠിപ്പിക്കാൻ. ലേശാണ്ട് ഓതുമ്പോത്തിന്, കുറച്ചാണ്ട് പഠിക്കുമ്പോത്തിന്, സഖാഫിന്ന സർട്ടിഫിക്കറ്റ് ഇട്ടുമ്പോത്തിന് ലോകത്തുള്ള എല്ലാ ഇൽമുമായി എന്ന് വിചാരിച്ചാൽ ഈ നിൽക്കൊക്കെ സംഭവിക്കും. അത് തന്നെയാണ് ഇബ്ലീസിനും സംഭവിച്ചത്. വലിയ വിവരണ്ട് തോന്നിയപ്പോ ആണ്ട് പിടുത്തം വിട്ടു. അതന്നെ നമ്മൾ കാണുന്നത്. അപ്പൊ സൂചിപ്പിച്ചത് ഈ വക നാടകങ്ങളാണ് ഇവർ കളിക്കുക. പക്ഷെ പുളിക്കൽ വന്നപ്പോ ആ നാടകം വില പോയില്ല. അവിടെ മുജാഹിദീങ്ങളെ മഹലായപ്പോ മുജാഹിദീങ്ങൾ ചോദിക്കാൻ ചെന്നു. ആ ചോദിക്കാൻ ചെന്നപ്പോ എത്രമാത്രം വിവരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തു. അപ്പൊ പിന്നെ ഓലാണ് തീരുമാനിച്ചു എന്നാഞ്ഞൊരു കാര്യം ചെയ്യാ, ചോദ്യകർത്താക്ക് നമ്മൾ കൊണ്ടുപോവുക. കാരണം എന്താ, ഓയ്ക്ക് ചോദിക്കാൻ അവസരം കൊടുത്താൽ അത് ഇടങ്ങാറാ. അപ്പൊ ചോദ്യകർത്താവിനെ നമ്മൾ കൊണ്ടുവരിക. അപ്പൊ ആളുകൾ സംശയിക്കാതിരിക്കാന് തലയിക്കെട്ടും വെള്ളത്തിനും വെള്ളക്കുപ്പായും ഉറയിലിടുക. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഫാൻറ്റും കള്ളിക്കുപ്പായും എന്നാ മുജാഹിദായിനാ മുപ്പത് വിചാരം. ഫാനും കള്ളിക്കുപ്പായിട്ടാ മുജാഹിദായിനാ. ഇവിടെ ഒന്നും അങ്ങനെ തന്നെയാണ്. ഉറയും ഒക്കെ ഉണ്ട്. ഏത് തലയിക്കെട്ടുണ്ട്, തൊപ്പിയുണ്ട്, വെള്ളത്തിനുണ്ട്, വെള്ളക്കുപ്പൊക്കെ ഉറയുണ്ട്. പക്ഷെ വന്നത് വേറെ കുളത്തിന്.
എന്നിട്ട് മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് മുജാഹിദാണ് എന്ന് പറഞ്ഞ് ചോദിക്കുക. എന്നാ പിന്നെ എന്തും ചോദിക്കാതെ, കാരണം എന്താ, മുൻകൂട്ടി കൊടുന്നതാ. ചോദ്യം റെഡിമെയ്ഡ്, ഉത്തരം റെഡിമെയ്ഡ്, ചോദ്യകർത്താവ് റെഡിമെയ്ഡ്. എന്നിട്ട് ഇങ്ങനെ അപ്പുറം വായിക്കും ഇപ്പുറം വായിക്കും. എന്താ എനിക്കൊരു പേടി, എന്താ എനിക്കൊരു മടി, എന്താ ഒരു ബേജാറ്, എവിടെ എൻ്റെ വഹാബിയാണെന്നൊക്കെ പറയുമ്പോൾ നാട്ടിലേക്ക് പഠിച്ചോനെ ആ മുജാഹിദരൻ കുടുങ്ങിയതേനെട്ടോ. സംഗതി ഇവിടെ പിടിച്ചതുകൊണ്ട് അത് മനസ്സിലായി എന്നല്ലാതെ പിടിക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ മുഖാമുഖത്തിന് നോട്ടീസുകൾ എവിടെയെല്ലാം കാണുന്നുവോ അവിടേക്ക് നിങ്ങൾ പോയി നോക്കി, ഇതേ പകർപ്പാണ് അവിടെ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി വേണമെങ്കിൽ അത്തരം 1-2 ചോദ്യകർത്താക്കളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിപ്പോൾ ആർക്കും എന്തും പറഞ്ഞൂടെ എന്ന് പറയും. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഫൈസൽ ഇപ്പം അങ്ങനെ പറഞ്ഞു, എന്താ പോന് പറയാൻ അവകാശം എന്നൊക്കെ പറഞ്ഞു. അപ്പോ നേക്ക് നേരാണ് പ്രദർശിപ്പിച്ചാൽ പിന്നെ ആ വക പറച്ചിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ചോദ്യകർത്താക്കള് ഇവിടെ ചോദിച്ച ചോദ്യകർത്താവിനും കാണിക്കാം. അതുപോലെയുള്ള വേറെ 2-3 മുഖാമുഖങ്ങളിൽ വരുന്ന ചോദ്യകർത്താക്കള്, എന്നിട്ട് അവര് സഖാഫിമാരാണ് എന്ന് ഞാനാണ് തെളിയിച്ചരാ. എന്നാ പിന്നെ സംശയമുള്ള ചില മൂലയന്മാര് സംശയമൊന്നുമില്ല, പക്ഷെ സംശയം ഉണ്ടെന്ന് പുറത്തേക്ക് പറയാ. ചില AP മൂലയന്മാർ എപ്പോഴും അങ്ങാടി എന്നൊക്കെ ഇങ്ങനെ പറയാന്ത് അങ്ങനെ. അതിപ്പോ നമ്മൾ കൊടുന്നൊന്നുമല്ല, SSF ആയിരിക്കും, പക്ഷെ ഓമെന്ന് ചോദിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ കൊടുന്നൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ ചിലർ പറയുന്നുണ്ട്. അതേസമയം വേറൊരുത്തം പറഞ്ഞു ഞങ്ങൾ കൊടുന്നതിനാണ്, നാടകം തന്നെയാണ്, എന്താ ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ കാട്ടുകയെന്നാ. എന്നാ പിന്നെ നമ്മളാ യൂസുഫ് അൽബിക്കൊക്കെ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടേനോ, ചങ്ങായി ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ നാടകം നടത്തുന്നുണ്ട്, ഇത് സ്റ്റേജിൽ കയറിയിട്ട് വെറുതെ അതൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ആ വക പോയത്തം ഓൻ കയറി വിളിച്ചു പറയുന്നു. എന്നൊരു ആവേശം കൊണ്ട് എന്തെല്ലാം പറഞ്ഞ് എന്നെ പറ്റിയൊക്കെ വളരെ മോശമായി ഒരിക്കലും ഒരു മതവേദിയിൽ നിന്ന് പറയാൻ അർഹതയില്ലാത്ത പദപ്രയോഗങ്ങൾ പോലും നടത്തിയെന്ന് അറിയാൻ സാധിച്ചു. എനിക്കത് വിഷമല്ല, ഞാനിത് പറയുന്നില്ല. എൻ്റെ നാട്ടുകാർക്കറിയാം കൃത്യമായി ആ പറഞ്ഞ പറച്ചിലുകളിൽ എന്നെക്കുറിച്ച് തെണ്ടി എന്നും തെമ്മാടി എന്നൊക്കെ വിളിച്ചുവെങ്കിൽ അത് എത്രമാത്രം ശരിയാണ്, അത് ആരൊക്കെയാണ് യോജിക്കുക, ആരൊക്കെ അതിൻ്റെ ആൾക്കാർ, ഫൈസലിൻ്റെ കയ്യിൽ എത്രമാത്രം തെമ്മാടിത്തരം ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാലോ. അതുകൊണ്ട് ആ വക ഭാഗത്തേക്കൊന്നും അതൊന്നും വിശദീകരിക്കാൻ ഞാൻ പോകേണ്ട ആവശ്യമില്ല. അവരങ്ങനെ തന്നെ പറയണം, അപ്പോഴേ ഒരു കാന്തപുരം സുന്നയാളാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരാ പേരിന് നിലമ്പലിയല്ലോ എന്ന് മാത്രമേ അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാ മുഖാമുഖത്തിലും, ഉദാഹരണമായി കോഴിക്കോട് മാവൂരിൽ വെച്ച് ഒരു മുഖാമുഖം നടത്തി. അവിടെയും ഈ പറഞ്ഞ പോലെ അവിടെ ഉത്തരം പറയാന് പേരോട് സഖാഫി ഉണ്ടായിരുന്നത്. അവിടെയും ഇതേ പറഞ്ഞ പോലെ ഒരാളെ കൊടുന്നു, ഓ മുജാഹിദാണെന്ന് പറഞ്ഞു, പാനും കുപ്പായൊക്കെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ മുജാഹിദാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ചോദ്യം ചോദിച്ച് ഉസ്താദിനാണ് പൊട്ടീസാക്കാൻ നോക്കി, ഉസ്താദ് ഇങ്ങനെ തോൽപ്പിക്കാൻ നോക്കി, അങ്ങനെ നാടകം കഴിച്ചു. പക്ഷെ അവിടെയും ആ സദസ്സിൽ ചില മുജാഹിദീങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഓർക്ക് സംശയം, ഇവിടെ ചോദ്യം കേട്ടപ്പോ ഇരിക്കോലത്തല്ലോ, ഇവ മുജാഹിദല്ലോ എന്ന് തോന്നിയപ്പോ പിന്നെ എന്ത് ചെയ്തു, അത് കുടുങ്ങുന്ന രംഗമുണ്ട്. ഏതായിരുന്നാലും ശരി, മാവൂരിലുള്ള മുഖാമുഖത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇടാം. അത് എന്തിനാണെന്നോ നിങ്ങൾ ആ ചോദ്യകർത്താവിനെ ശ്രദ്ധിക്കുക. അതിന്റെ വിഷയമല്ല പ്രധാനം, ചോദ്യകർത്താവിനെ ശ്രദ്ധിക്കുക. ആ ചോദ്യകർത്താവിനെ ഒരുപാട് മുഖാമുഖങ്ങളിൽ ഇൻഷാ അല്ലാഹ് കാണിക്കാൻ പോവാണ്. അപ്പൊ മാവൂര് മുഖാമുഖത്തിൽ മുജാഹിദായി ചോദിക്കുന്ന ചോദ്യകർത്താവിനെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നാ അടുത്തത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കുക നിങ്ങൾ. സാധാരണ സുന്നി പണ്ഡിതന്മാർ ധാരാളം സദസ്സുകളിൽ പറയാറുണ്ട്, ഇസ്ലാം മതത്തിനെ കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലിന് വിധേയമാക്കാമെന്ന് മുജാഹിദുകൾ പറയാറുണ്ട്, മുജാഹിദുകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. അടുത്ത സമയത്ത് ഞാൻ എറണാകുളത്ത് വെച്ച് ഒരു ഫൈസിയുടെ പ്രസംഗം കേൾക്കാൻ സാധിച്ചു. അയാൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫൈസിയാണ്. അയാൾ ഇങ്ങനെ പ്രസംഗിച്ചു, സഹാബത്തിനെ കാഫിറാക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രസംഗിച്ചു. അവസാനം പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ഞാനൊരു മുജാഹിദുകാരനാണെങ്കിലും ഇങ്ങനെ ഒരു വാദം മുജാഹിദിനുണ്ടോ എന്ന് സംശയമുള്ള നിലയ്ക്ക് തന്നെ ഞാൻ അയാളോട് പോയി ചോദിച്ചു, നിങ്ങൾക്ക് വ്യക്തമായ രേഖയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ നിന്ന് വിറയ്ക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെയാണ് നിങ്ങളും ഇവിടെയും പറഞ്ഞിട്ടുള്ളത്, പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായ രേഖകൾ വല്ലതും ഉണ്ടോ? അതാ ഞങ്ങളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. രേഖ ഇല്ലാതെ ഒന്നും പറയില്ല. വ്യക്തമായ രേഖ ഞങ്ങൾക്ക് കാണിച്ചു തന്നങ്ങൾ എന്താ കാട്ടുക എന്ന് പറഞ്ഞാണ്. ചോദ്യകർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ വന്ന അതേ അലവി സഖാഫിയാണ് അത് നിയന്ത്രിക്കുന്നത്. ഈ ചോദ്യകർത്താവ് ഇപ്പൊ കണ്ട ഇവിടെ അയാളെ മുജാഹിദുകാരനായിക്കൊണ്ടാ ചോദിക്കുന്നത്.
കാരണം ഞാൻ അവിടെ വിറപ്പിച്ചു, ഇവിടെ വിറപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇവിടെയും ചോദിക്കാണ്. ഞാൻ എറണാകുളത്ത് പോയി ചോദിച്ചു, അങ്ങേപ്പുറത്ത് ചോദിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് രേഖ ഉണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ആ മാവൂരിലെ നാടന്മാരെന്താ വിചാരിക്കുക, സാധാരണക്കാരെന്താ വിചാരിക്കുക? ഇയാൾ മുജാഹിദ് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓല ആളാണെങ്കിൽ അങ്ങനെയൊക്കെ പറയോ എന്നാണ് ചോദിക്കുക. പക്ഷേ കളവ് പറയാനുള്ള സർട്ടിഫിക്കറ്റ് ആണല്ലോ സഖാഫി എന്നുള്ളത്. അത് EK സുന്നാൾ കൃത്യമായി എഴുതിയത് എൻ്റെ കയ്യിൽ, എൻ്റെ വീട്ടിലുണ്ട്, സംശയമുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. EK സുന്നാൾ എഴുതിയിട്ടുണ്ട്, സഖാഫി എന്ന് പറഞ്ഞാൽ കളവ് പറയാനും മഹലിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് EK സുന്നികൾ കൃത്യമായി അവരുടെ പുസ്തകത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചത് എൻ്റെ കൈവശം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഈ ചോദ്യകർത്താവ് യഥാർത്ഥത്തിൽ മുജാഹിദുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന പോലെ തന്നെ അവിടെയും വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യകർത്താവ് അവിടെ മാത്രമല്ല, ഇപ്പൊ വന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരിലാണെങ്കിൽ പിന്നെ നമ്മൾ അയാളെ മറ്റൊരു പേരിൽ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ്. അപ്പൊ കേരളത്തിന്റെ എല്ലാ മുഖ്യ മൂലകളിലും ചോദിക്കാൻ വേണ്ടി കൊണ്ടുപോണത് ആകെ 5-6 ആളുകളാണ് എന്നർത്ഥം. അതിൽപ്പെട്ട ഒരാളാണ് നമ്മളിപ്പോൾ കണ്ടത്. കോഴിക്കോടും അയാൾ ചോദിച്ചു, അതേപോലെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ പോയിട്ടും അയാൾ ചോദിച്ചു. അപ്പം എന്തായാലും ഈ പ്രദേശത്തുള്ള മുജാഹിദുകൾ ആവില്ലാന്ന് ഉറപ്പാണല്ലോ. കാരണം ഇവിടെ ചോദിക്കണം, ഓൻ പിന്നെ സംശയം തിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് ചോദിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതെന്തായാലും സാമാന്യ ബുദ്ധി അംഗീകരിക്കുന്നതല്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നടന്ന മുഖാമുഖത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ചോദ്യകർത്താവിനെ കാണാൻ കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദ്യകർത്താവിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണ് സ്വഹാബത്തും പലരും പഠിപ്പിച്ചിട്ടുള്ളത്, ആയിഷ ബീവി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആയിഷ ബീവി ഹദീസിൽ അങ്ങനെ ഉണ്ടോ? എത്ര വർഷത്തിലായിക്കോട്ടെ, ഹദീസിൽ അങ്ങനെ ഉണ്ടോ? നേരത്തെ പറഞ്ഞു എന്നോടല്ല ചോദിക്കാനുള്ളത്, ചോദ്യം ഇവിടെ നിന്നോട്ടാണ്, മറുപടി മാത്രമാണ് അവിടെ ആവശ്യമുള്ളത്. സുഹൃത്തെ, ഇസ്രാ മിറാജ് കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞ ആയിഷ ബീവിയുടെ റസൂല കിട്ടുന്നത് അറിയോ? മനസ്സിലായോ? ഈ സദസ് മുഴുവൻ പിടിയായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പിടിയായത് ആരാണ്? നിങ്ങളെ മൗലവിമാര്, നിങ്ങളെ പിടിയായി എല്ലാവരും കണ്ടങ്ങൾ. അതേ ചോദ്യകർത്താവ് അവിടെ മോൻ വന്നത് എങ്ങനെയാ? മുജാഹിദായിട്ടാ. എന്നിട്ട് മുജാഹിദുകൾക്ക് ഇല്ലാത്ത വാദാ ചോദിക്കണത്. ഇസ്രാ മിറാജ് ഉണ്ടായിട്ടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആയിഷ ബീവിനെ മടി കിടക്കുമ്പോഴാണ് മിറാജ് സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ആയിഷ ബീവി അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ മിറാജ് കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാ ആയിഷ ബീവിനെ കിട്ടുന്നത് എന്ന്. അപ്പൊ എന്താ ഈ ചോദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യുക, നിങ്ങളെ ചോദിക്കുക, നിങ്ങളെന്താ ചെയ്യാ മുജാഹിദുകളെ കുതിരാക്കുക. അപ്പൊ പറയാ നിങ്ങൾ ഈ ആളുകളൊക്കെ വിഡ്ഢിയാക്കി, ഇപ്പൊ നിങ്ങളാണ് വിഡ്ഢിയായത്, നിങ്ങളെ മൗലവി വിഡ്ഢിയായത്. ഇത് കേൾക്കണം എന്താ വിചാരിക്കുക, ഈ ചോദ്യകർത്താവ് എന്തായാലും മുജാഹിദ് തന്നെയാണ് എന്നല്ലേ. എന്നാൽ അതേ ചോദ്യകർത്താവാണല്ലോ മാവൂരിൽ നമ്മൾ കണ്ടത്. അതേ ചോദ്യകർത്താവൻ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലും നമ്മൾ കണ്ടത് എങ്കിൽ ഇവരെ പണിത ഇല്ലാത്ത കുറെ വാദങ്ങൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഏതെങ്കിലും ആയത്ത ദിവസക്കാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഓതിയിട്ട് അതൊക്കെ മുജാഹിദുകളെ വെച്ചിട്ടിട്ട് മുജാഹിദുകളെ കുതിര കയറിയിട്ട് ആണ് ജയിച്ചു എന്ന് വരുത്തി തീർക്കുക. അത് തന്നെയായിരുന്നു ഇവിടെയും അവര് സ്വപ്നം കണ്ടത്. 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, മുജാഹിദുകളെ കുതിര കയറുക, അതിനോടൊപ്പം മഹലിന്റെ പേരിൽ കൂടി ഒന്ന് കാല് പൊന്തിച്ച് വെക്കാൻ കഴിഞ്ഞാൽ ആവട്ടെ എന്നും കൂടി വിചാരിച്ചിരുന്നു. പക്ഷെ അലവി സഖാഫി ആ വിഷയം ഖാലി പ്രശ്നം വേണ്ടത്ര ഒന്ന് ഒരുങ്ങി വരാത്തതുകൊണ്ടായിരിക്കണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരാൾ പറഞ്ഞ ആ വാക്ക് സംവിധായകന്റെ പോരായ്മ കൊണ്ട് അഭിനയം മോശമായി എന്ന് പറഞ്ഞ അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ചോദ്യം ചോദിച്ചു, ഇല്ലാത്ത വാദം പറഞ്ഞു, അത് മുജാഹിദുകളുടെ പേരിൽ വെച്ച് കെട്ടി. പക്ഷേ ഈ ചോദ്യം ചോദിച്ചപ്പോ ആ മുഖാമുഖം കേൾക്കാൻ നിൽക്കുന്ന കുറെ മുജാഹിദുകൾ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നി ഇയാൾ എന്തായാലും മുജാഹിദല്ല. കാരണം ഇല്ലാത്തൊരു വാദം പറഞ്ഞപ്പോ മുജാഹിദുകൾക്ക് അങ്ങനത്തെ വാദം എന്തായാലും ഇല്ല. അപ്പൊ പിന്നെ ഇയാൾ മുജാഹിദല്ല, എന്നാ ഒന്ന് ചോദിക്കാലോ എന്ന് കരുതി നമ്മുടെ നാട്ടില് ആ ചെറുപ്പക്കാര് കാണിച്ച പോലെ അവിടുത്തെ ചില മുജാഹിദീങ്ങൾ ഇടപെടാൻ തുടങ്ങിയപ്പോ പേരോടിന് മനസ്സിലായി സംഗതി ഞാനും കുടുങ്ങും, ചോദിച്ചോനും കുടുങ്ങും. അപ്പൊ മൂപ്പർ ചെറിയൊരു നമ്പർ, ഓൻ മുജാഹിദൊന്നല്ല, ഓൻ ജമാഅത്തൊന്നല്ല, ഓൻ സുന്നത്തമായ തൈക്കാരം, പക്ഷേ മുജാഹിദീങ്ങൾ ചോദിക്കണ മാതിരി ഓൻ ചോദിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചോദ്യകർത്താവ് രക്ഷപ്പെടുത്താനുള്ള ശ്രമം അതേ ആറ്റിങ്ങൾ നമ്മൾ നടന്നു. അതും കൂടി കാണി. അപ്പൊ ഇവരുടെ കാപ്പട്യം വളരെ കൃത്യമായി ബോധ്യപ്പെടും. ചോദ്യോത്തരാണ് അവിടെ ഇരുന്നോളൂ. അയാൾക്ക് എന്തും ചോദിക്കാൻ അവകാശം. ഞാനിവിടെ നിങ്ങൾ ആരും ഇടപെട്ടാൽ ചെയ്യില്ല, മറുപടി ഞാൻ ഒറ്റ പറയൂ. ഇരുന്നോ.
വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നതാകണം. അതുകൊണ്ട് നിങ്ങൾ ആരും അതിൽ ബഹളം കൊണ്ടോന്നില്ല, എല്ലാവരും എടുത്തോ. എല്ലാവരും ഇരുന്നോ, ഒന്നും ആരും പറയാതിരുന്ന മറുപടി ഞാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരും മിണ്ടണ്ട, നിങ്ങൾ വളണ്ടിയർമാരും മിണ്ടണ്ട, ഞാൻ ഒറ്റക്ക്, ഞാനാ ഇവിടെ പോകാൻ പറ്റണം. അവിടെ ഇരുന്നോളൂ. അപ്പൊ കണ്ടങ്ങൾ പൊളിഞ്ഞപ്പോ രക്ഷപ്പെടുത്തുക. പൊളിയാന്ന് കണ്ടപ്പോ ഇവിടെ കാട്ടിമാരെയും കാട്ടിലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാ, മൂപ്പര് വേറെ നമ്പർ ഇറക്കി. അയാൾ മുജാഹിദാ വിചാരിക്കണ്ട, അയാൾ ജമാഅത്താ വിചാരിക്കണ്ട, അയാൾ മുജാഹിദുകൾ ചോദിക്കണ പോലെ ചോദിക്കാതിരിക്കുന്ന. എന്നാ അയാൾ ചോദ്യം തരുന്നു, നമ്മൾ കണ്ടല്ലോ, ഞങ്ങൾ മുജാഹിദുകള് നിങ്ങൾ സുന്നിയാൾ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ചോദിക്കണത്. അതാണ് മുജാഹിദുകൾ ചോദിക്കണമായി ചോദിക്കല്. അതാ നമ്മൾ പറഞ്ഞത്, മുജാഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക. ചുരുങ്ങിയ പക്ഷം മുജാഹിദിനെ കൊണ്ട് മിണ്ടാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, സലാം അടക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഫത്വ പറക്കണ ഇക്കൂട്ടര് പിന്നെ ഞാൻ മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഇരിക്കുമ്പോൾ എത്രമാത്രം ഓല പറഞ്ഞ പറച്ചിലിനോട് ആത്മാർത്ഥതയുണ്ട് എന്നെങ്കിലും ആലോചിക്കണ്ടേ. ദീന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കളവ് സ്ഥാപിക്കാൻ, ഇവരെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി എന്തിനാ സഹോദരന്മാരെ ഈ വക നാടകമൊക്കെ? ഇവിടേക്ക് ഞങ്ങൾക്ക് ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. മുജാഹിദീങ്ങളൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ മുജാഹിദീങ്ങളാരും വന്നിട്ടില്ല. അതുകൊണ്ട് കാര്യം ചെയ്യാ, ഓള് സാധാരണ പറഞ്ഞ പറച്ചിലുണ്ട്, അത് ഞങ്ങൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് മാന്യമായി അൽബിക്കോ അബ്ബാസിനോ ആർക്കും ചോദിക്കുന്നല്ലോ. അതിന് സംഘടന കൊടുത്തൊന്നും തൃശ്ശൂർ ആളെ കൊണ്ടുവരാൻ ആവശ്യമില്ല. നേക്കുന്നതാണ് ചോദിച്ചാൽ മതി, എന്നാ സംഗതി മനസ്സിലാവുമല്ലോ. പക്ഷേ ചെറിയൊരു പോരായ്മ പറ്റി. അതുകൊണ്ട് മുജാഹിദ് ആണെന്നും പറഞ്ഞ ഒരുത്തനെ കൊണ്ടപ്പോ അവർക്ക് തോന്നിയില്ല ഇത് ഈ നാട്ടിലെ എല്ലാവരും വിദ്യാളൊന്നല്ല, ഈ നാട്ടില് ആത്മാർത്ഥതയുള്ള, ഇതൊക്കെ വീക്ഷിക്കുന്ന, ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് എന്നുള്ളത് അലവി സഖാഫിക്ക് മനസ്സിലായില്ലെങ്കിൽ ഏതായാലും ഇനി എവിടെങ്കിലും മുഖാമുഖത്തിന് പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളും എന്ന കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ ചോദ്യകർത്താവ് ഇവര് കൊണ്ടുവന്ന ഒറിജിനൽ മുസ്ലിയാർ തന്നെ വേഷം മാറി മുജാഹിദാണെന്ന് പറഞ്ഞ് ചോദിക്കുക. ചോദ്യമോ ഇല്ലാത്ത വാദം, മുജാഹിദുകൾക്ക് ഇല്ലാത്ത വാദം മുജാഹിദുകൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ട് പേരോടിനറിയാലോ ഇയാള് മുജാഹിദല്ല. അവിടെ പറയും ചെയ്തു ഇയാള് മുജാഹിദാവ് ചോദിക്കണ്ട, ഇയാൾ ചോദിക്കണ ചോദ്യം ചോദിക്കായിരിക്കും എന്ന് ഇവിടെ പറഞ്ഞല്ലോ. എന്നാൽ അതേ പേരോട് മുസ്ലിയാര് അപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് ഹുസൈൻ സലഫിയുമായി ഖണ്ഡന പ്രസംഗം നടന്നപ്പോൾ അവിടെ പേരോട് മുസ്ലിയാര് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് മുഖാമുഖത്തിന് പോയപ്പോ ഒരു മുജാഹിദ് മൗലവി അവിടുന്ന് പറയാണ് അല്ലാഹു റസൂൽ മിറാജിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് നാദാപുരത്ത് പോയിട്ട് ഈ നടന്ന നാടകം എടുത്ത് അവിടെ പോയി മുജാഹിദ് മൗലവിന്റെ പേരിൽ പിന്നെയും വെച്ച് കെട്ടിക്കൊണ്ട് പ്രസംഗിക്കുകയാണ് ഈ പേരോട് സഖാഫി ചെയ്തത്. ഈ നിലക്ക് കളവ് മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച, കളവ് മാത്രം പറയാൻ ശീലിച്ച, അതിനുള്ള സർട്ടിഫിക്കറ്റുമായി നടക്കുന്ന സഖാഫിമാരെ, AP വിഭാഗം സുന്നികളെ, നിങ്ങളാണോ ഈ നാട്ടുകാരെ നന്നാക്കാൻ ഇവിടുത്തെ മദ്രസ പോരാഞ്ഞിട്ട് മറ്റൊരു മദ്രസ ഉണ്ടാക്കിയിട്ട് അതിന് ആ മദ്രസ സ്ഥാപിച്ച അബ്ദുൽബാന്റെ പേരുമിട്ടിട്ട് എന്തിനാണ് സഹോദരന്മാരെ ഈ വക ഏടാകൂടത്തിന് നിൽക്കുന്നതിനെ ചോദിക്കാനുള്ളൂ? അപ്പോൾ പക്ഷെ ചോദിച്ചേക്കാം, നിങ്ങളുണ്ടാക്കിയതേ വേറെ മദ്രസ, നിങ്ങളുണ്ടാക്കിയതേ വേറെ പള്ളി, ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയെങ്കിൽ, ഞങ്ങൾ വേറെ മദ്രസ ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ ആദർശം മാറ്റമുണ്ട്. ഇസ്ലാമിന്റെ ആചാരമില്ലാത്ത മറ്റു പല ആചാരങ്ങളും നടക്കുന്നുവെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കൃത്യമായി ആയത്തും ഹദീസും പറഞ്ഞുകൊണ്ട് ഇതാ ഈ ചെയ്തി ശരിയല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ നാട്ടുകാര്, ഈ ഇതിന്റെ പേര് പ്രവർത്തിക്കുന്ന ആളുകൾ തയ്യാറാവാതെ വരുമ്പോൾ സ്വാഭാവികമായും ആ സുന്നത്ത് പ്രകാരം, ആ തൗഹീദ് പ്രകാരം പോവാൻ സ്ത്രീകൾക്ക് കൂടി അവസരമുള്ള, മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കാൻ പറ്റുന്ന, പ്രവാചകന്റെ സുന്നത്ത് പോലെ നടത്താൻ പറ്റുന്ന പള്ളി ആവശ്യമായി വന്നപ്പോഴാണ് മുജാഹിദീങ്ങൾ പള്ളി ഉണ്ടാക്കിയത്. നാട്ടുകാർക്കറിയാം ജുമുഅക്ക് 2 ബാങ്ക് വിളിക്കുന്ന വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നു. ഞാൻ കൃത്യമായെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയം പറഞ്ഞു. മറുപടി പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്, എന്താ മുജാഹിദ് അംഗീകരിക്കാത്തത്? അന്ന് മുജാഹിദ് പ്രവർത്തകരായ നമ്മുടെ ഷാഫിയും മൊയ്തീൻ കുട്ടിയും അവിടെ പോയി ചോദിച്ചു, ഉസ്താദെ ഹദീസ് തരി, എന്നാൽ ഞങ്ങളെ പള്ളിയിൽ നിന്ന് 2 ബാങ്ക് അടുത്ത വെള്ളിയാഴ്ച കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ മോദർ എന്താ പറഞ്ഞത്? കുട്ടികൾ അതിനിപ്പോൾ ഹദീസ് ഒന്നും ഉണ്ടാവില്ല, അതിന് ഹദീസ് ഒന്നും ഉണ്ടാവില്ല.
പിന്നെ എന്താ ഉസ്താദ് ഉള്ളത് ചോദിച്ചപ്പോ അത് ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞത്. എന്നാ ചരിത്രം തരീന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തയക്കാന്ന് 15 ദിവസമായില്ലേ കഴിഞ്ഞിട്ട് ഇതുവരെ കൊടുത്തയച്ചില്ല. ഇവിടുത്തെ മുജാഹിദീങ്ങള് നോട്ടീസ് ഉണ്ടാക്കി ഇവിടെ ആകെ ഒട്ടിച്ചു. 2 ബാങ്ക് സുന്നത്തോ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ വെച്ച് 2 ബാങ്ക് വിളിക്കുകയും അത് ഉസ്മാൻ അഫ്ഫാന്റെ പേരിൽ ചാർത്തുകയും ചെയ്യുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് തെളിവുണ്ടോ ചോദിച്ചപ്പോ ഇത്രയും ദിവസമായിട്ട് ഒരു കുട്ടി പോലും ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ഇന്നാ ഫൈസലെ ഹദീസ് തെളിവുണ്ട് എന്ന് പറഞ്ഞ് തരാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും പറയുന്നു 2 ബാങ്ക് പള്ളിയിൽ വെച്ച് ജുമുഅക്ക് ഉസ്മാൻ അഫ്ഫാൻ എന്നല്ല ഏതെങ്കിലും സഹാബി കൊടുത്തതായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇവിടെ 2 ബാങ്ക് വിളിക്കും. റസൂലുള്ളാഹിന്റെ ചര്യയിൽ സ്വഹാബത്തിന്റെ ചര്യയിൽ പള്ളിയിൽ വെച്ച് 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ടാണ് മുജാഹിദീങ്ങൾ ചെയ്യാത്തത്. അതേപോലെ ബറാഅത്തിന്റെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നു. അന്നും ഇതേപോലെ കഴിഞ്ഞ 4-5 സ്റ്റേജുകളിലായി ഞാൻ ഈ വിഷയം പറഞ്ഞു. ഹദീസ് കൊണ്ടുവാ, ബുഖാരിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, മുസ്ലിമിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എവിടെ ബുഖാരി എവിടെ മുസ്ലിം, കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് കഴിഞ്ഞ ശഅബാനിലാണല്ലോ സംഭവം നടക്കുന്നത്. ഏകദേശം 5-6 മാസമായി ഇതുവരെ ബുഖാരി ഇല്ല, മുസ്ലിമും ഇല്ല. ഇപ്പൊ എന്ന് പറഞ്ഞ മോലേര് നമ്മളെ കാണുമ്പോൾ മാറാ എന്നല്ലാതെ അതിന് മറുപടി പോലും ഇല്ലാതെ ഉരുണ്ട് കളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള കുറെ ആചാരങ്ങൾ ഇസ്ലാമല്ല എന്ന്, റസൂൽ ചെയ്തതല്ല എന്ന്, സ്വഹാബത്ത് ചെയ്തതല്ല എന്ന് ഒരുപാട് പ്രാവശ്യം പ്രഭാഷണ വേദികളിലൂടെ ഈ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോ അത് സമ്മതിക്കാതായപ്പോഴാണ് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയത്. ആ റസൂൽ പഠിപ്പിച്ച പോലെ സ്വഹാബികൾ ചെയ്ത പോലെ സുന്നത്തനുസരിച്ച് ആചരിക്കാൻ വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അത് ന്യായമാണ്. എന്നാൽ ഒരേ വിശ്വാസമുള്ള, ഒരേ ആചാരമുള്ള, ഒരേ വിധേയത്ത് കൊണ്ടെടുക്കുന്ന, ഒരേ ഖുറാഫത്ത് പ്രചരിപ്പിക്കുന്ന, ഒരേ രീതിയിലേക്ക് ആളെ കൊണ്ടുപോകുന്ന നിങ്ങൾ എന്തിനാ പിന്നെ ആ മദ്രസ വേറിട്ടിട്ട് ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്? അത് മുജാഹിദീങ്ങൾ തോൽപ്പിക്കാനല്ലേ? മുജാഹിദ് പള്ളിന്റെ തൊട്ടുരുമിയിട്ട് മദ്രസ ഉണ്ടാക്കിയത്. മുജാഹിദീങ്ങൾക്ക് യാതൊരു പരാതിയില്ല.